ആണ് നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ പുരോഗമിക്കുന്നതെന്നാണ്. വിശ്വാസം എന്നതിനെ സംബന്ധിച്ച് കാഴ്ചപ്പാടുകൾ പലതായി ലോകത്ത് വ്യാഖ്യാനിക്കപ്പെടും. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം അവനെ ജീവിതത്തിൽ ധരിക്കുക, അവനിൽ മുന്നേറുക എന്നുള്ളതാണ്. യേശു ദൈവമാണെന്ന് ഒരു പ്രഖ്യാപനം നാം നടത്തേണ്ട പ്രത്യേകമായൊരു ആവശ്യമില്ല. കാരണം സത്യമായ ഒന്നിനെ നമ്മുടെ വാക്കുകൊണ്ട് ഉറപ്പിക്കുകയല്ല, നാം അനുഭവിക്കുന്ന ക്രിസ്തുവിനെ ജീവിതം കൊണ്ട് പകർന്നു കൊടുക്കുകയാണ് വിശ്വാസ പ്രഘോഷണത്തിൻ്റെ രീതി. നാം എങ്ങനെയാണ് ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതെന്നും എപ്രകാരമാണ് ക്രിസ്തുവിനെ മറ്റുള്ളവർക്കായി നൽകുന്നതെന്നും പരിശോധിക്കുമ്പോഴാണ് വിശ്വാസം എപ്രകാരം നമ്മുടെ ജീവിതത്തിൽ വ്യവഹരിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമാകുക. മുൻ ഭാഗങ്ങളിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് ചോദിക്കുന്നു, നമ്മിൽ എത്രത്തോളം ക്രിസ്തു അനുഭവമാകുന്നു, അനുഭവപ്പെടുന്നില്ലെങ്കിൽ, ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് ബോധ്യമായിട്ടില്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെടുന്നു. ആനുകാലിക ലോകത്ത് വിശ്വാസം ഒരു പ്രധാനപ്പെട്ട കച്ചവട ചരക്കായി മാറിയിട്ടുണ്ട്. സമ്പത്ത് കേന്ദ്രീകൃതമായ വിശ്വാസവും സമ്പത്ത് ആർജിക്കാനുള്ള ഉപാധിയാകുന്ന വിശ്വാസവും നമ്മുടെ ജീവിതത്തെ പലപ്പോഴും ക്രിസ്തുവിരുദ്ധമായ നിലപാടുകളിലേക്ക് കൊണ്ടുപോകുന്നു. സമ്പത്ത് കേന്ദ്രീകൃതമായ വിശ്വാസത്തിൻ്റെ അടയാളങ്ങളായി വലിയ വലിയ ദേവാലയങ്ങൾ, ആൾക്കൂട്ടങ്ങൾ ഒക്കെ പുരോഗമിക്കുന്നുണ്ട്. ആചാരപരമായ വിശേഷങ്ങളും ആഘോഷങ്ങളും മുൻപ് കാലങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ടതും വർണ്ണശബളവുമായി മാറിയിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ ബാഹ്യമായ ഈ കെട്ടുകാഴ്ചകൾക്കകത്തു നിന്ന് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം കാണുന്നത് തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ക്രിസ്തു രാജാവ് എന്ന് വിളിച്ചു ഘോഷിക്കുമ്പോഴും ജീവിതത്തിൽ ക്രിസ്തുവിന് അധികാരം നഷ്ടപ്പെടുന്നതിൻ്റെ നിരവധിയായ സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതം പരിശോധിച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റും. വിശ്വാസത്തിനെതിരായി പ്രതിസന്ധികൾ നേരിടുന്നുവെന്ന് വിലപിക്കുന്നവർ യഥാർത്ഥത്തിൽ വിശ്വാസത്തിനെതിരായി വരുന്ന ആന്തരിക ശക്തികളെ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ വിശ്വാസത്തിനെതിരായി പ്രതികൂലങ്ങളെന്ന നിലയ്ക്ക് നിരവധിയായ ആക്ഷേപങ്ങൾ ഉയർത്തുന്നുണ്ട് മറ്റുള്ളവർക്കെതിരായി. സിനിമകൾക്ക് പേര് വരുമ്പോൾ ആക്ഷേപം വരികയാണ്, അല്ലെങ്കിൽ മറ്റു സമുദായങ്ങൾ നമുക്കെതിരാണെന്ന നിലയ്ക്കുള്ള പ്രചാരവേലകൾ വർദ്ധിച്ചു വരികയാണ്. ഇങ്ങനെ പ്രതിദ്വന്ദ്വിയെ ഉണ്ടാക്കി, ശത്രുവിനെ ഉണ്ടാക്കി, കൂട്ടായ്മയുടെ ബലം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഫ്രിഞ്ച് എലിമെന്റുകൾ വിശ്വാസ സമൂഹത്തിനകത്ത് ബലം പ്രാപിക്കുന്നു, അവർക്ക് കൂടുതൽ വിസിബിലിറ്റി കിട്ടുന്നു എന്നുള്ളത് നാം ശ്രദ്ധിക്കണം. ബാഹ്യമായി വിശ്വാസത്തെ ക്ഷയിപ്പിക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ച സാഹചര്യങ്ങളിലും ക്രിസ്തു കുരിശിലേറ്റപ്പെട്ടതിന് ശേഷം സഭ കടന്നു വന്ന അതിഭീകരമായ പ്രതിസന്ധികളുടെ കാലങ്ങളിലും രാജാധികാരങ്ങളും മതാധികാരങ്ങളും സഭയെ ഞെരുക്കാനായി നടത്തിയ തീവ്രമായ ശ്രമങ്ങളും അടിച്ചമർത്തലുകളും പീഡനങ്ങളും ഒടുവിൽ നിലംപരിശാക്കപ്പെടുകയാണ് പ്രത്യാക്രമണമില്ലാതെ എന്ന് നാം ഓർക്കണം. എതിർത്തുകൊണ്ടല്ല ബാഹ്യ ഉപദ്രവങ്ങളിൽ നിന്ന് സഭ വിജയം വരിച്ചത്, സഭ വളർന്നത്, സഭ പീഡകളിലൂടെയാണ് വളർന്നത്.
മിസ്റ്റർ പൗലോസ് അത് പറയുന്നു. ഒരു പട്ടണത്തിൽ നിന്ന് വേറൊരു പട്ടണത്തിലേക്ക് ഓടിക്കപ്പെടുമ്പോൾ അത്രയും കൂടുതൽ സ്ഥലങ്ങളിൽ സഭ വളരുകയാണ് ചെയ്തത്. യെസ്, ഹലോ ഹലോ കേൾക്കുന്നില്ല? ഹലോ ഹലോ നമസ്കാരം. കേൾക്കുന്നില്ല, ഇത്തിരി കൂടെ ഉറക്കെ സംസാരിക്കാവോ? ഹലോ, യെസ്, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പറഞ്ഞു. ഞാൻ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചാണ്. സൗണ്ട് പോരാ, ഒരു മിനിറ്റ്. ഹലോ, കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ, പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അതെ, എന്റെ മോൾക്ക് കിഡ്നി സ്റ്റോൺ ആയിട്ട് അതൊരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞാണ്. ഇപ്പൊ അവൾക്ക് പിന്നെ യൂറിൻ പാസ് ചെയ്യുമ്പോ ഭയങ്കര സ്മെല്ലും ഭയങ്കര ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് ഇപ്പൊ ഗൾഫിലാണ് ജോലി. പക്ഷെ ഒരു കൊല്ലത്തിനിടക്ക് 3 പ്രാവശ്യം അവള് തിരിച്ചു വരേണ്ടി വന്നു വേദന കൊണ്ടേ. അപ്പൊ അതൊന്നും മാറി കിട്ടണം എന്റെ മോൾക്ക്. അത് തന്നെ മോള് വിവാഹമോചനം നേടി നിൽക്കണേണ്. അപ്പൊ ഒരു കല്യാണക്കാരിയൊക്കെ നോക്കുന്നുണ്ട് വേറെ. അപ്പൊ ആൾക്ക് കല്യാണം കഴിക്കണമെന്ന് ഉത്തരനാളും ഉണ്ടായില്ല. ഞങ്ങൾ പറഞ്ഞു അത് കഴിക്കണമെന്നായി. പക്ഷെ അപ്പൊ ഈ ഒരു പ്രശ്നം കൊണ്ട് ഞങ്ങൾക്കും പേടി എന്നൊക്കെ ഓർത്തിട്ടേ ഒരു ടെൻഷൻ. അതുകൊണ്ട് പ്രാർത്ഥനയോട് നിന്റെ മോളുടെ നമ്മൾ സുഖം കിട്ടിയ അസുഖം ഒന്ന് മാറി കിട്ടിയാൽ മതിയായിരുന്നു. അല്ല, ആദ്യം തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട നമ്മൾ ഈ മാറ്റിത്തരണമേ എന്ന പ്രാർത്ഥന സ്വാഭാവികമായി നമ്മുടെ വിചാരം അത് വിശ്വാസത്തിന്റെ പ്രാർത്ഥനയാണെന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 1 പത്രോസ് 2:24 വചനം നമ്മോട് പറയുന്നത് അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. 1 പത്രോസ് 2:24 ആ വചനം ഓർക്കണം. അവൻ പറഞ്ഞു അവന്റെ മുറിവുകളിലൂടെ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അതായത് യേശു കുരിശിൽ മുറിവേറ്റപ്പോ നമുക്ക് സൗഖ്യം തന്നിട്ടുണ്ട് എന്നാണ് വചനം നമ്മോട് പറയുന്നത്. ഒരു പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞുപോയ കാര്യമാണ്, സംഭവിച്ച കാര്യമാണ്. അപ്പോൾ ഇന്നും ഇന്നലെയും എന്നും ഒരുവനായ യേശുവിന് ഹെബ്രായർ 13:8 നമ്മൾ പറയും. ഇന്നും ഇന്നലെയും എന്നും ഒരുവനായ യേശുവിന് നമ്മുടെ ശരീരത്തിനകത്ത് പ്രവർത്തിക്കാൻ കഴിയും. നമ്മൾ മരുന്ന് കഴിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ മറ്റു കാര്യങ്ങൾ ബാഹ്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴുമെല്ലാം അതിൻ്റെ ഫലപ്രാപ്തി, അതിൻ്റെ നമ്മളറിയാത്ത അദൃശ്യമായൊരു ഫലപ്രാപ്തി അതിനകത്ത് സംഭവിക്കുന്നത് ഈ ദൃഢമായ വിശ്വാസത്തിലാണ്. ഒരു കാര്യമുള്ളത്, കേവലം മനഃശാസ്ത്രപരമായൊരു കാര്യം പറയാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് നിരാശ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആകുലപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ കപ്പാസിറ്റി കുറയും. മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം അതാണ്. അപ്പോൾ ആകുലപ്പെടുന്നു, കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്നു. അപ്പോഴൊക്കെ നമുക്ക് ഉറച്ച് നമ്മുടെ അകത്ത് തന്നെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിക്കാൻ കഴിയാതെ പോകും. അതുകൊണ്ട് ഈ മകളിത് കേൾക്കണമെങ്കിൽ നല്ലത്, കേൾക്കണമെങ്കിൽ നല്ലത്. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിനകത്തുണ്ട്. ആ ദൈവം എന്ന് പറഞ്ഞപ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നപ്പോൾ കാരണമായ ലോഗോസായ എല്ലാറ്റിൻ്റെയും നിർമ്മിതിയായ വചനം മൂലമാണ് സകലം സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് പറയും. അവൻ തന്നെയാണ് വചനം, ആദിയിലുണ്ടായ വചനം. ആ വചനമായ യേശു നമ്മുടെ അകത്തുണ്ട്. നിങ്ങളിത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത്, എൻ്റെ 2 കിഡ്നിയും ഡീക്കേയിങ് ആയിപ്പോയ ഒരാളാണ് ഞാൻ. 97 ഞാനത് തിരിച്ചറിയുന്നത്. 97 2 കിഡ്നിയും ഡീക്കേയിങ് ആയിപ്പോയി. അന്നതിന് ചികിത്സാ സംവിധാനം ഇന്നത്തെ അത്ര ഉയർന്നിട്ടില്ല. ഇതിപ്പോൾ കിഡ്നി സ്റ്റോൺ ആണ്, അത്രത്തോളം മാരകമായൊരു രോഗമല്ല. കിഡ്നി സ്റ്റോൺ ഉണ്ടാവുന്നതിൻ്റെ ഒരു പ്രധാന കാരണം വെള്ളം കുടിക്കാത്തതും അതുപോലെ തന്നെ നമ്മൾ മാനസിക സംഘർഷം വന്നാൽ നമ്മുടെ മനസ്സിലൂടെയുള്ള ജീവന്റെ പ്രവാഹത്തിന് എപ്പോഴും അത് തടസ്സമായിരിക്കും. ഇപ്പോൾ പറഞ്ഞ കുടുംബ ബന്ധത്തിലെ തകർച്ചയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ഈ മനസ്സിനകത്തുണ്ടായ അസ്വസ്ഥതകൾ ഭയങ്കര ബലം പ്രയോഗിക്കും, റിജിഡ് ആവുന്നു. പിന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുകയോ ഒക്കെ കൊണ്ടാണ് കാൽസിഫിക്കേഷൻ കൂടുന്നത്, അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പം അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് യേശു എന്നിലുണ്ടെന്നും ആ യേശു എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും വ്യക്തിപരമായ ഒരു ധാരണയിലേക്ക് ഈ പറഞ്ഞ ആൾ എത്തണം. മോളുടെ പേരെന്താ? മോളുടെ പേര് ഹരിത. അപ്പോൾ അവളോട് പറയേണ്ട കാര്യം ഇതാണ്. ആദ്യം അവളത് വിശ്വസിക്കണം. പിന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ അസ്വസ്ഥമാകാതെ നമുക്ക് നൽകിയിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ അംഗീകരിക്കണം.
ഈ പറഞ്ഞ രോഗാവസ്ഥയെയും അംഗീകരിക്കണം. ഇങ്ങനെ ഒരു രോഗമുണ്ട്. അപ്പോൾ രോഗം മാറ്റണേന്ന് പറയുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ്നെസ് ഉണ്ട്. ഈ രോഗം എന്ന് പറയുന്നത് അതിന് നെഗറ്റീവാണ്. അപ്പോൾ എനിക്ക് തന്നിട്ടുള്ള സൗഖ്യം 1 പത്രോസ് 2:24 എനിക്ക് തന്നിട്ടുള്ള സൗഖ്യം അനുഭവമാക്കണമെന്ന് ഒന്ന് പ്രാർത്ഥിക്കണം. അത് വിശ്വസിക്കണം. അന്ന് കുരിശിൽ മുറിവേറ്റപ്പോൾ എൻ്റെ ഈ രോഗവും ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കണം. രണ്ടാമതൊരു കാര്യമുള്ളത്, നമ്മൾ തിരിച്ചറിയേണ്ടത് ദൈവം എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ഇനി ചെയ്തിട്ട് സുഖപ്പെടുത്താനല്ല. നമുക്ക് സൗഖ്യം തന്നിട്ടുണ്ട്, നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ട്. മരുന്നിലൂടെ പ്രവർത്തിക്കുന്നതും ഈ പറഞ്ഞ പ്രയോഗശേഷി കാരണമാകുന്ന ലോഗോസ് ആകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെനിക്ക് തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. പിന്നെ ഈ പറഞ്ഞ കുറ്റബോധവും നിരാശയൊക്കെ ഒഴിവാക്കി വിശ്വാസപൂർവ്വം യേശു എന്നെ സ്നേഹിക്കുന്നുവെന്നും യേശുവിൽ എൻ്റെ ജീവിതത്തിന് പദ്ധതി ഉണ്ടെന്നും അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ മാറണമേ എന്ന് പ്രാർത്ഥിക്കുകയും സ്നേഹത്തിൽ വ്യാപരിക്കാനും ശ്രമിക്കുക. കർത്താവ് നിശ്ചയമായിട്ടും ഇടപെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുക. മോളോട് പറയണം, പ്രത്യേകിച്ച് ഈ അബ്ഡോമൻ സൈഡിൽ എപ്പോഴും കൈവച്ചിട്ട് പ്രാർത്ഥിക്കണം. യേശു അകമയുണ്ട്. ആ ഓരോ കോശത്തിനകത്തും ജീവിക്കുന്ന അവൻ തന്നെയാണ്. വിശുദ്ധ പൗലോസ് പറയുന്നത് ഞാനല്ല, അവനാണ് ജീവിക്കുന്നത്. അപ്പോൾ അവനാണ് ജീവിക്കുന്നതെന്ന് ബോധ്യം ഉണ്ടാവുമ്പോൾ നിശ്ചയമായിട്ടും സൗഖ്യം അനുഭവമാവും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളും പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മൾ സംസാരിച്ചു വന്ന വിഷയം ഇത് ഏകദേശം ഇതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മനുഷ്യ ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ അകപ്പെടുമ്പോൾ വിശ്വാസം കച്ചവടമാകാനുള്ള സാധ്യതകൾ കൂടി വരും. മനുഷ്യരിപ്പോൾ രോഗത്തെക്കുറിച്ച്, ഇല്ലായ്മകളെക്കുറിച്ച്, കഷ്ടതകളെക്കുറിച്ച്, ഞെരുക്കങ്ങളെക്കുറിച്ചൊക്കെ വളരെയധികം വ്യാകുലപ്പെടുന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സാങ്കേതിക വിദ്യകൾ ഉയരുമ്പോഴും രോഗം മനുഷ്യനെ പിടിതരാത്ത രീതിയിൽ മനുഷ്യനെ വലയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ സമ്പത്തിൻ്റെ മേഖലയിലും ജീവിതത്തിൻ്റെ സമസ്തമായ മേഖലയിലും കഷ്ടതയും ഞെരുക്കമൊക്കെ അനുഭവിക്കുന്നവരാണ് മനുഷ്യർ. ഇപ്രകാരം അനുഭവിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണ്? നമ്മൾ ദൈവത്തെ ഒരു മാജിക് ചെയ്യുന്ന ആളായിട്ട് സങ്കല്പിക്കാൻ തുടങ്ങും. അങ്ങനെ മാജിക് ചെയ്യുന്ന ഒരാളായിട്ട് ദൈവത്തെ സങ്കല്പിക്കാൻ തുടങ്ങുന്നിടത്താണ് വിശ്വാസത്തെ കച്ചവടവൽക്കരിക്കാനുള്ള ഒരു സാധ്യതയുടെ വാതിൽ തുറക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഉടനെ തന്നെ ശക്തിയുണ്ടെന്ന് പറയുന്ന കേന്ദ്രങ്ങളിലേക്ക്, അല്ലെങ്കിൽ ആൾ കൂടുന്ന കേന്ദ്രങ്ങളിലേക്ക്, ദൈവം അവിടെയാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത് എന്ന നിലയ്ക്ക് ഓടാൻ തുടങ്ങും. നമ്മിൽ തന്നെ ജീവിക്കുന്ന ഒരാളെ, നമ്മുടെ അകമേ വസിക്കുന്ന ഒരാളെ വിശ്വസിക്കാൻ കഴിയാതെ പോവുകയും നമുക്ക് വേണ്ടി കുരിശിൽ മുറിവേറ്റ ക്രിസ്തുവിന് വേണ്ടിയുള്ളതാണ് നമ്മുടെ ജീവിതമെന്ന് അറിയാതെ പോവുകയും ചെയ്യുമ്പോൾ, അപരോന്മുഖമായി ജീവിതത്തെ പരിവർത്തിപ്പിക്കാനാകാതെ പോകുമ്പോൾ സ്വാഭാവികമായും ചെന്നുപെടാനുള്ള കുടുക്ക് ഈ ആകുലതയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളുടെയും ഏറ്റവും തീക്ഷ്ണമായ തലം ഈ ആകുലതയാണ്. നാളെ എന്ത് ചെയ്യുമെന്ന ഭയമാണ്. അങ്ങനെ ജീവിതത്തെ ഭയപ്പെടാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വിശ്വാസം ക്ഷയിക്കുകയും വിശ്വാസം ക്ഷയിക്കുന്നതിലൂടെ അന്ധവിശ്വാസങ്ങളിലേക്ക് നാം വഴിമാറുകയും ചെയ്യും. വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു കാര്യം യഥാർത്ഥത്തിൽ വിശ്വാസരാഹിത്യമല്ല, അന്ധവിശ്വാസമാണ്. വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന നേരെതിരെന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമാണ്. വിശ്വാസരാഹിത്യം എന്ന് വെച്ചാൽ വിശ്വാസം ഇല്ലാത്ത ഒരാളാണ്, അയാൾക്ക് വിശ്വാസത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. അന്ധവിശ്വാസങ്ങളാണ് വിശ്വാസത്തിൻ്റെ മേഖലയെ തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയൊരു കാര്യം അതാണ്. സമ്പത്ത് കേന്ദ്രീകൃതമായ വിശ്വാസത്തിൻ്റെയും സമ്പത്തിൽ ഉറച്ച വളർച്ചയും ആചാരപരമായ, അനുഷ്ഠാനപരമായ, ആഘോഷപരമായ കാര്യങ്ങളുടെ വളർച്ചയും ഏറിവരികയും വിശ്വാസം ജീവിതത്തിൽ നിന്ന് വളരെയധികം തിരസ്കരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൂടെയുള്ളൊരു കർത്താവിനെ അനുഭവിക്കാൻ ഉതകും വിധം, അല്ലെങ്കിൽ അകമേ വസിക്കുന്നവനിൽ ഉറപ്പിക്കാൻ കഴിയാത്ത വിധം നമ്മൾ ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങളിലേക്ക് മാറിപ്പോകുന്നു. നമുക്ക് കാണാവുന്നൊരു കാര്യമാണ്. സമ്പത്ത് കേന്ദ്രീകൃത വിശ്വാസത്തിന് 2 തലമുണ്ട്. ഒന്ന് കച്ചവടമാകുന്ന വിശ്വാസമാണ്, ഒന്ന് സമ്പത്ത് ആർജിക്കാൻ വേണ്ടി സമ്പത്തിൻ്റെ പുറകെയുള്ള പ്രയാണമാണ്. സമ്പത്തിൽ അടിയുറയ്ക്കാൻ വേണ്ടിയുള്ള പ്രയാണവും സമ്പത്തുണ്ടാക്കാൻ വേണ്ടി വിശ്വാസത്തെ വ്യവഹരിക്കുന്ന രീതിയും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് നിരവധി മേഖലകളിൽ കണ്ടെത്താൻ പറ്റും. സ്വാഭാവികമായും നമ്മൾ പണ്ടത്തെ ഒരു മനോഭാവത്തിൽ നിന്ന് മെച്ചപ്പെടുന്നില്ല. പണ്ടത്തെ ഒരു മനോഭാവം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഈ കാഴ്ച അർപ്പിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്താൽ പ്രീതിപ്പെടുന്നവനാണ് ദൈവമെന്ന് തെറ്റിദ്ധരിക്കുന്നു.
ദൈവത്തിന് നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും ആവശ്യമില്ല. ആവശ്യമുള്ളത് നമ്മുടെ സഹജീവികൾക്കാണ്. ഇപ്പോൾ ഒരു ഏറ്റവും ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഇവിടെ നമ്മൾ നോട്ടായിട്ടൊക്കെ നേർച്ചയിടുന്നത് വിദേശത്ത് എന്ന നോട്ട് വേണ്ട. ഇപ്പോൾ ഗൾഫിലാണെങ്കിൽ ദർഹം വേണം, അമേരിക്കയിലാണെങ്കിൽ ഡോളർ വേണം. അപ്പോൾ ഈ ഡോളർ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിലെ രാജ്യത്ത് സാമൂഹ്യ വ്യവസ്ഥയ്ക്കകത്ത് ഉപയോഗിക്കപ്പെടുന്നൊരു കാര്യമാണ്. ദർഹം ഗൾഫ് മേഖലയിലുള്ളതാണ്, കറൻസി രൂപ ഇന്ത്യയിലുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം അത് ഉപയോഗിക്കുന്നത് നിശ്ചയമായിട്ടും മനുഷ്യരാണ്. അപ്പോൾ മനുഷ്യർ ദൈവത്തിൻ്റെ പേരിൽ ആർജിച്ചെടുക്കുകയാണ്, കച്ചവടം ചെയ്യുകയാണ് വിശ്വാസത്തെ. പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ദൈവത്തിന് ആവശ്യം നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവുണ്ട് എന്ന ബോധ്യത്തോടെ, വിശ്വാസത്തോടെ നമുക്ക് എത്രത്തോളം യാത്ര ചെയ്യാനാവുന്നുണ്ട് എന്നാണ് നാം പരിശോധിക്കേണ്ടത്. നമുക്ക് പലപ്പോഴും ഉറപ്പില്ലാതെ പോകുന്നത് വിശ്വാസത്തിൻ്റെ കാര്യത്തിലാണ്. ഒരു ഉദാഹരണം, ഒരു കൊടുങ്കാറ്റടിക്കുകയാണെങ്കിൽ നമ്മൾ ദേവാലയത്തിനകത്തേക്കാണെങ്കിൽ ഇറങ്ങി ഓടും. കാരണം അപ്പം അത്ര നേരം നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണെന്ന് ബോധ്യം ഉണ്ടാകുമ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അകത്ത് നിന്ന് ഓടും. കഷ്ടതകളും ഞെരുക്കങ്ങളും രോഗങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നാം ദൈവസന്നിധിയിലേക്ക് പോകുന്നത് ഇതെല്ലാം മാറ്റിത്തരാൻ കഴിവുള്ള ഒരാൾ അവിടെ ഇരിപ്പുണ്ട് എന്ന നിലയ്ക്കാണെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ വിളിച്ചു പറയുന്നത് നമ്മുടെ അകത്ത് വസിക്കുന്ന ഒരാളെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ലെന്നാണ്. അപ്പോൾ പരിശുദ്ധ കുർബാനയിൽ ഈശോ വസിക്കുന്നു എന്ന വിശ്വാസം എന്ന യാഥാർത്ഥ്യത്തെ നാം അംഗീകരിക്കുമ്പോൾ പോലും നാം തിരിച്ചറിയേണ്ടത് ഞാനും അവനും ഒന്നാണ് എന്ന പരമാർത്ഥമാണ്. ഈ അപ്പത്തിനകത്ത് വസിക്കുന്നവന് ഞാനും ഒന്നാണെന്ന പരമാർത്ഥമാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ ഭക്ഷണമാവുക, അവരന് വേണ്ടി ആവുക, വിശപ്പകറ്റുന്നവനാവുക എന്ന പ്രഥമമായ ഒരു കർമ്മമാണ് ദൈവം എന്ന യാഥാർത്ഥ്യം ഓർക്കണം. യേശു അപ്പമായി മാറുന്നു എന്ന് പറയുന്ന അതൊരു അത്ഭുത പ്രവൃത്തിയായി കാണുന്നതിന് പകരം ഇതാണ് പരമമായ യാഥാർത്ഥ്യം. ഭക്ഷണമാവുകയാണ് ജീവിത ദൗത്യം. ജീവിതത്തിൻ്റെ പരമമായ പ്രകാശന മാർഗം സ്വയം അപ്പമായി മാറുകയാണ്. ഈ ബോധ്യത്തിലേക്ക് എത്തിച്ചേരാൻ ജീവിതത്തിൽ എത്രത്തോളം കഴിയുന്നുണ്ട് എന്ന് പരിശോധിക്കുന്നതിന് പകരം ബാഹ്യാചാരങ്ങളിലേക്കും ആഡംബരങ്ങളിലേക്കും ആഘോഷങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വിഭജിതരാകാനുള്ള കടമയെ നമ്മൾ ഒഴിവാക്കുകയും പകരം നമുക്കെന്തൊക്കെ ആർജിച്ചെടുക്കാമെന്ന ഒരു ഗൂഢലക്ഷ്യത്തിലേക്ക് നമ്മെ തന്നെ നമ്മൾ തിരിച്ചുവിടുകയും ചെയ്യും. ഇത് പ്രയോഗപരമായി നിലനിൽക്കുന്ന ഒരു അബദ്ധമാണ്. വിശ്വാസ സമൂഹത്തിനകത്തും വിശ്വാസ രീതികൾക്കകത്തും നമുക്കിത് കാണാം. അതുകൊണ്ടാണ് ഈ ഓരോ കേന്ദ്രങ്ങളിലേക്ക് നാം ഇരച്ചു കയറുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ ഇടവകളിൽ ഹലോ 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 ഞാൻ എന്റെ ഒരു പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവനിങ്ങനെ മനസ്സ് ഭയങ്കര പ്രയാസപ്പെട്ട് നടക്കണേന്ന്. അവനെ ഒരു പ്രേമത്തിൽ ചെന്ന് കാര്യമായിട്ട് പിന്നെ അവന് ഗൾഫിലായിരുന്നു. ഗൾഫിൽ പോയിട്ട് ഭയങ്കര കഷ്ടതയായിട്ട് അനുഭവിച്ചു. ഞാനത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ബ്രദറിനോട്. ഇത് റോഡിലൊക്കെ കിടന്നുറങ്ങിയൊക്കെ. പക്ഷെ ഇവിടെ നിന്നിട്ടും ഞങ്ങളുടെ ജോലിയൊന്നും ശരിയാകാനില്ല. പുറത്തേക്ക് തന്നെ പോയാലേ നല്ലൊരു സ്ഥലം കിട്ടാനും വേണ്ടിയിട്ടും. എന്തുവരെ പഠിച്ചത് അവൻ? അവൻ ഹോട്ടൽ മാനേജ്മെന്റ് ഷെഫാണ്. അവൻ വിശ്വാസത്തിലൊക്കെ ഉള്ളതാണോ? പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന? പ്രാർത്ഥനയൊക്കെ ഉണ്ട്. എന്നാൽ അത്രയൊന്നുമില്ല. ഇളയവനാണ് കൂടുതൽ പ്രാർത്ഥനയും. അവൻ എനിക്ക് ഓരോ വചനങ്ങളൊക്കെ ഇട്ടുതരും. അമ്മ ഇത് വെച്ച് പ്രാർത്ഥിക്കട്ടാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇല്ല. അത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഒരു ജോലി കിട്ടാനോ ഒരു കാര്യം സാധിക്കാനോ വേണ്ടി ആകരുത്. യഥാർത്ഥത്തിൽ ആ സാഹചര്യത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാനും ഒരു വെളിവുണ്ടാകാൻ, നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയെക്കുറിച്ചൊരു വെളിവുണ്ടാകാനായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഒരു പ്രേമത്തിൽ കുടുങ്ങി നൈരാശ്യം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, എന്താ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു റിലേഷനും ഒരു ബന്ധവും ദൈവത്തിൽ നിന്നല്ലാതെ ഉണ്ടാവില്ല. മാനുഷികമായി നോക്കി ഒരു ബന്ധത്തിൽ നിലനിൽക്കാനും കഴിയില്ല. ഇപ്പം നിങ്ങളൊരു അമ്മയാണെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഒരു ഭാര്യ, ഒരു ജീവിത പങ്കാളിയാണ് ഒരാളുടെ. നമുക്കറിയാം, നമുക്ക് മാനുഷികമായി ചിന്തിച്ചാൽ ഒട്ടുമേ അംഗീകരിക്കാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങളിലായിരിക്കും. മാനുഷികമായിട്ട് അംഗീകരിക്കാനേ കഴിയില്ല. ഒരു റിലേഷനെയും മാനുഷികമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ആധുനിക ലോകമാണ്. ആധുനിക ലോകത്തിലെ പ്രത്യേകത എന്താണ്?
കൂടുതൽ സ്വതന്ത്രതയുള്ളൊരു ലോകമാണ്, ഇൻഡിവിജ്വാലിറ്റി കൂടിയ, വ്യക്തിപരത കൂടിയൊരു ലോകമാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനത്തെ ഒരു ബാഹ്യ താല്പര്യം കൊണ്ടാണ് ഒരു റിലേഷൻ ഉണ്ടാവണമെങ്കിൽ ഈ വ്യക്തിയിൽ കേന്ദ്രീകൃതമായ താല്പര്യം ഉണ്ടാകുമ്പോഴാണ് അബദ്ധം. എന്താ, ഈ വ്യക്തി എപ്പോഴും അവനവൻ്റെ ഭാഗത്തേക്ക് മറ്റേ ആളെ വലിച്ചടിപ്പിക്കാൻ ശ്രമിക്കും. ദൈവത്തിലുള്ള റിലേഷൻ ആകുമ്പോൾ എങ്ങനെയാണ്, ദൈവത്തെ പ്രതി സ്വയം അർപ്പിക്കുന്നതായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് അവനോട് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ പറഞ്ഞ അവനെ ഉപദേശിക്കാനല്ല, ഉപദേശം ഒരു കാരണവശാലും ഈ സമയത്ത് അവന് നടത്തരുത്, കൂടുതൽ അവൻ പ്രകോപിതനാകാനേ ഇടയാവുള്ളൂ. അപ്പോൾ അവനോട് പറയാവുന്നൊരു കാര്യം ഇതാണ്, അതായത് ഈ ഒരു സമയത്ത് ഈ ഒറ്റപ്പെടൽ, ഏകാന്തത അനുഭവപ്പെടും, മറ്റുള്ളവർ വേണം, ഒരു പങ്കാളി വേണം എന്ന് ആലോചിക്കും. പക്ഷെ എപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് എന്തായിരിക്കും, നമുക്കൊരു പങ്കാളി വേണമെന്നാണ്, അല്ലാതെ മറ്റൊരാൾക്ക് എന്നെ കൊടുക്കാമെന്നല്ല ആലോചിക്കുന്നത്. അത് നമ്മുടെ വിശ്വാസ വിദ്യാഭ്യാസത്തിൻ്റെയും വലിയൊരു പ്രശ്നമാണ്. കാരണം എന്തിനാണ് ദാമ്പത്യത്തിൽ ഏർപ്പെടുന്നത് എന്ന്, അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ഒരു ബന്ധത്തിലേക്ക് വരുന്നത് എന്തിനാണ് എന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണയും നമ്മുടെ ആളുകൾക്കില്ല. വിചാരിക്കുന്നത് സ്വന്തം ജീവിതം സേഫാകാൻ, ഞാൻ സ്നേഹിക്കപ്പെടാൻ, എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒരാളുണ്ടാകാൻ, എനിക്ക് സന്തോഷം ഉണ്ടാകാൻ, അങ്ങനെ എന്നെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ മുഴുവൻ പരിപാടി നടക്കുന്നത്. അപ്പം എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൂടെ വരുന്ന ഒരാൾക്ക് ഈ പറഞ്ഞതിൻ്റെ ഒക്കെ നിഷേധാനുഭവം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അങ്ങനെ അവനോട് പറയേണ്ടതാണ്, എൻ്റെ ജീവിതം പരിപൂർണമാകാൻ അത് പങ്കുവയ്ക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ആ പങ്കുവയ്ക്കാനായിട്ട് എവിടെയോ എൻ്റെ പങ്കാളിയുണ്ട്, ആ പങ്കാളിയെ എനിക്ക് കാണാൻ പറ്റണം, എനിക്ക് എൻ്റെ ജീവിതം കൊടുക്കാൻ പറ്റണം. അപ്പം അതിനു വേണ്ടിയാണ് അവൻ പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ അവനോട് ഭയങ്കരമായി നിരന്തരം ബഹളം വെച്ച് പ്രാർത്ഥിക്കാനൊന്നുമല്ല ഞാൻ പറയുന്നത്. ഈ ഒരു ബോധ്യം മനസ്സിനുണ്ടായി കഴിയുമ്പോൾ എൻ്റെ ജീവിതം മറ്റൊരാൾക്ക് കൊടുക്കാനുള്ളതാണ്, അതുവഴി എനിക്ക് പരിപൂർണതാ മാർഗത്തിൽ പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ ദൈവത്തിൻ്റെ ലക്ഷ്യമാണത്, അത് അതിൻ്റെ സമയത്ത് നടക്കുമെന്ന ബോധ്യത്തോടെ ഇരിക്കുകയാണ് വേണ്ടത്, അല്ലാതെ നിരാശപ്പെടുകയല്ല. ഇപ്പോൾ ഒരു കണക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേർന്ന് പോകാത്ത രണ്ടു പേർ തമ്മിലാണെങ്കിൽ അത് ഏച്ചു കെട്ടിപ്പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ അത് തൻ്റെ ജീവിതത്തിന് ഗുണകരമാകാത്തത് കൊണ്ടാകാം. പിന്നെ അവരുടെ ഒരു സ്വാതന്ത്ര്യവും, അയാൾക്ക് അങ്ങനെ വിട്ടുപോകാൻ അവകാശമുണ്ട്, കാരണം അയാളൊരു വ്യക്തിയാണ്, അയാൾക്ക് നമ്മുടെ കൂടെ നിൽക്കണമെന്നില്ല. അങ്ങനെ ആ ഒരു വ്യക്തിപരമായി മറ്റൊരാളുണ്ട്, ഒരു പെർട്ടിക്കുലാരിറ്റി ഉണ്ട് ജീവിതത്തിനെന്ന ബോധ്യത്തോടെ അത് കൈവിടാനും അവനോട് പറയണം. നിരാശപ്പെടാതിരിക്കാൻ വേണ്ടത്, നിരാശയ്ക്കെതിരായ ഗുണം പ്രത്യാശയാണ്. പ്രത്യാശ എന്ന് വെച്ചാൽ അത് കിട്ടിക്കഴിഞ്ഞു എന്ന ബോധ്യമാണ്. അതിപ്പോൾ ജോലിയുടെ കാര്യത്തിലായാലും വിചാരിക്കേണ്ടത് കിട്ടിക്കഴിഞ്ഞു എന്ന ബോധ്യമാണ്. അത് ഉറയ്ക്കുക, ശ്രമങ്ങൾ തുടരുക, നിശ്ചയമായിട്ടും ദൈവം അവനെ അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് അവനോട് പറയുക. ഇപ്പം അവൻ ഈ ആകുലപ്പെടുമ്പോൾ അതിനേക്കാൾ കൂടുതൽ അമ്മ ആകുലപ്പെടുന്നു. അതുകൊണ്ട് ചെയ്യേണ്ടത്, അമ്മ ആദ്യം വിശ്വാസത്തെ ഉറയ്ക്കുക. അവനോടൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും വിശ്വാസത്തെ ഉറയ്ക്കുക. അപ്പോൾ അവൻ പറയും ജോലി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിനോട് പറയണത്, ദൈവം യോജിപ്പിച്ചിട്ടാണെങ്കിൽ മാത്രമേ എനിക്ക് അനുഗ്രഹിച്ച് തരുന്നതാണെങ്കിൽ മാത്രം മതി എന്ന് ഞാൻ പറഞ്ഞേക്കണം. അതല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഭാഗത്ത് അവനെക്കുറിച്ചൊരു മനപ്രയാസം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. അപ്പൊ അവനൊരു പരാതി പറഞ്ഞാൽ പോലും നിങ്ങൾ പറയേണ്ടത്, പ്രതിസന്ധികളിലൂടെയാണ് മനുഷ്യൻ പോകുന്നത്, പക്ഷെ അന്തിമമായി വിജയിക്കും. നിനക്ക് വിചാരിച്ചതിനേക്കാൾ മെച്ചപ്പെട്ടത് കിട്ടാനേ ഇടയാവുള്ളൂ. അതുകൊണ്ട് സമാധാനിക്കുക, ധൈര്യപ്പെടുക എന്ന് പറയുക. അങ്ങനെ ധൈര്യപ്പെടുത്താനേ പാടുള്ളൂ. ഈ വിശ്വാസം ഒരു ധൈര്യമാണ്. ഇപ്പോൾ അമ്മ മകൻ്റെ വേദന ഓർത്ത് ആകുലപ്പെടാൻ തുടങ്ങിയ മകൻ്റെ വിശ്വാസം ഉള്ളതും കൂടി ക്ഷയിക്കാനും അവൻ്റെ പ്രത്യാശ നശിക്കാനോ കാരണമാവുള്ളൂ. അവൻ എന്ത് ചെയ്യും? നിങ്ങളുടെ മുഖം തന്നെ വിഷമിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയം തന്നെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അവനെ ധൈര്യപ്പെടുത്താൻ പറ്റും? അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ലക്ഷണം ആദ്യം സഹോദരി കാണിക്കുക. സഹോദരി എങ്ങനെ കാണിക്കുക? അത് ഉറയ്ക്കുക. അതിനെക്കുറിച്ച് ഇനി പ്രാർത്ഥിക്കണ്ട എന്ന് വിചാരിക്കുക. അതാണ് ഉറപ്പ്. ദൈവം കേട്ടിട്ടുണ്ട്. നിരന്തരം ദൈവത്തോട് പറഞ്ഞ് ശല്യപ്പെടുത്തിയാൽ ദൈവം ചെയ്തു തരുമെന്നാണോ വിചാരം? ദൈവം എല്ലാവരുടെയും കാര്യത്തിൽ പദ്ധതി ഇട്ടിട്ടുള്ള ആളാണ്. ആ ദൈവം ഇനി തിരുത്താൻ, ദൈവത്തിന് മാനസാന്തരം ഉണ്ടാകാൻ നമ്മൾ ബഹളം വെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇതാണ്, ആ ഉരത വരും, ഉള്ളിൽ ചിന്ത വരുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രത്യാശിക്കുന്നു, ഞാൻ ഉറയ്ക്കുന്നു, അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു, എനിക്ക് സമാധാനമുണ്ട് എന്ന് സ്വയം പറയാൻ തുടങ്ങുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ സാമീപ്യം കൊണ്ട് മകനും സമാധാനം കിട്ടും. സമാധാനം കിട്ടിയാൽ മാത്രമേ നമുക്ക് തെളിഞ്ഞ കുളത്തിൽ മാത്രം അടിക്കിടക്കണം കല്ല് കാണാൻ പറ്റൂ. അടിക്കിടക്കണം കാണണമെങ്കിൽ തെളിയണം, വെള്ളം തെളിയണം. ആ വെള്ളം തെളിയുന്ന നമ്മുടെ മനസ്സാണ്. മനസ്സ് തെളിയാനായിട്ട് സമാധാനത്തിലാകാനായിട്ട് പ്രാർത്ഥിക്കുക, കർത്താവിൽ ഉറയ്ക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അവനും അതിൻ്റെ അനുഭവം ഉണ്ടാവും.
ധൈര്യമായിരിക്കും. കണ്ടോ, നമ്മൾ ഈ നിരവധിയായ പ്രശ്നങ്ങളിലാണ് മനുഷ്യർ. അപ്പം ഈ മനുഷ്യർ ഇങ്ങനെ പ്രശ്നങ്ങളിലേക്ക് അകപ്പെടുമ്പോൾ ജോലി കിട്ടുന്നില്ല, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ ആകുലതകളൊക്കെ ചെന്നെത്തുന്നത് എങ്ങനെയെങ്കിലും ഇത് സാധിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള എളുപ്പമാർഗങ്ങൾ അന്വേഷിക്കലാണ്. ഈ എളുപ്പമാർഗങ്ങൾ അന്വേഷിക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വ്യയം ചെയ്യാവുന്ന ഒന്നായിട്ട് വിശ്വാസം മാറും. ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ, ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം ചോദ്യം ചോദിച്ച ആൾക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്. അതുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ആ ചോദ്യം ജീവിതത്തിലൊരു പരീക്ഷണമോ അല്ലെങ്കിൽ ജീവിതത്തിലൊരു സ്ട്രഗിളോ ഉണ്ടാവുമ്പോൾ ആ സ്ട്രഗിളിനുള്ള പരിഹാരം, ഏക പരിഹാരം യേശുവാണ് എന്ന ബോധ്യത്തിൽ ഹൃദയമുറയ്ക്കുകയും അവൻ എനിക്കത് കൃത്യസമയത്ത് ചെയ്യുമെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ പിന്നെ ആകുലത ഉണ്ടാവില്ല. ആകുലതയില്ലെങ്കിൽ ഓടില്ല. ഞാൻ പറഞ്ഞു വന്നതാണ്, നമ്മൾ ഇടവക ദേവാലയത്തിനകത്ത് ഈ വിശുദ്ധവാരവുമായി ബന്ധപ്പെട്ട് എല്ലാ കർമ്മങ്ങളും അരങ്ങേറുന്ന സമയത്ത് തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് പായാണ്. അതായത് എന്തെങ്കിലും ഒരു അത്ഭുതമോ എന്തെങ്കിലും ഒരു പ്രത്യേകതയോ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഓടുന്നു. എന്തിനാണ് നമ്മൾ ഓടുന്നത്? നമ്മൾ രണ്ട് കാര്യങ്ങളെ തൃപ്തിപ്പെടുത്താനാണ്. ഒന്ന്, നമുക്ക് ഈ പറഞ്ഞ അത്ഭുതം കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു കാര്യം, ജിജ്ഞാസയാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇവിടെ പോയാൽ എന്തെങ്കിലും കാര്യം നടക്കുമോ എന്നുള്ളതാണ്. ഇവിടെ പോയാൽ എന്തെങ്കിലും കാര്യം നടക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ വികാരിയച്ഛൻ അപ്രസക്തമാവും, നമ്മുടെ ബലിപീഠം അപ്രസക്തമാവും, നമ്മുടെ ദേവാലയം അപ്രസക്തമാവും. നമ്മുടെ അകത്ത് ജീവിക്കുന്ന ദൈവത്തെയും നമ്മുടെ സഭയെയും യഥാർത്ഥത്തിൽ സഭാത്മകമായ കൂട്ടായ്മയുടെ സ്നേഹത്തെയും കൈവിട്ടിട്ട് നമ്മൾ അന്വേഷിക്കുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്ന കേന്ദ്രങ്ങളാണ്. ഇപ്പോൾ നവനാൾ കേന്ദ്രങ്ങളിലായാലും ധ്യാന കേന്ദ്രങ്ങളിലായാലും വിവിധ സ്ഥലങ്ങളിലായാലും വ്യക്തികേന്ദ്രീകൃതമായ പല അഭ്യാസങ്ങളും അരങ്ങേറുന്നതിൻ്റെ പുറകെ പ്രവർത്തിക്കുന്നത് ഈ അരക്ഷിത ബോധമാണ്. ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു ബോധ്യവും വിശ്വാസവും ഹൃദയത്തിൽ ഉറയ്ക്കുമ്പോൾ അവൻ എൻ്റെ ജീവിതത്തിൻ്റെ നിയന്താവാണ് എന്ന ബോധ്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ കൗദാശികാർപ്പണത്തിലൂടെ ആർജിക്കാവുന്ന ബലത്തിനപ്പുറം ഒന്നുമില്ല. നമ്മൾ വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്കുണ്ടാകേണ്ട പരമമായ ഉറപ്പ് നമ്മുടെ മാമോദീസയിലാണ്. ഒന്നാമത് മാമോദീസ വഴി ഞാനിങ്ങനെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നു. യേശു പറഞ്ഞ് എന്നെ അനുഗമിക്കാൻ, യേശു എന്നെ അനുഗമിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞെന്താ? നിങ്ങൾ സമ്പത്ത് ഉപേക്ഷിച്ച് നിങ്ങൾക്ക് ഉള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്കുക. നിങ്ങൾക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ വന്ന് അനുഗമിക്കാനാ പറഞ്ഞേ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? നമ്മുടെ കയ്യിലില്ലാത്തതൊക്കെ ആർജിക്കാൻ വേണ്ടി ദൈവത്തെ ഉപകരണമാക്കാൻ പറ്റുമോ എന്നുള്ള അന്വേഷണത്തിലാണ്. അതുകൊണ്ട് ഇല്ലാത്തവ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിലിനിടയ്ക്ക് ഈ പരക്കം പാച്ചിൽ മുതലെടുക്കാൻ വേണ്ടി വിശ്വാസ കച്ചവടം ഭംഗിയായി ലോകത്തരങ്ങേറും. നമ്മളിപ്പോൾ കാണുന്ന ആൾക്കൂട്ടങ്ങൾ പെരുകുന്ന സ്ഥലങ്ങളെക്കുറിച്ച് മറ്റു പലരും പറയുന്നൊരു അഭിപ്രായത്തിന് അവിടെ ഇത്ര ആൾ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വളരെ സിമ്പിളല്ലേ. ആൾ പോകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിൻ്റെ കൂടെ എത്ര പേര് പോയി? ക്രിസ്തു സ്വന്തം ശരീരം മുറിച്ചു വിളമ്പണതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ജീവൻ നൽകുന്ന അപ്പമാണെന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ പോയിക്കളഞ്ഞു. കാരണം അവര് അപ്പം നോക്കിയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈശോ പറഞ്ഞവരോട് നിങ്ങൾ വിശ്വാസം കൊണ്ടല്ല അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള അവസരങ്ങളെ, ജീവിതാനുഭവങ്ങളെ സ്വീകരിക്കാൻ മനസ്സ് കാണിക്കാതെ നമ്മുടെ ആഗ്രഹങ്ങളെയും വ്യാമോഹങ്ങളെയും ഒരുപക്ഷെ ആവശ്യങ്ങളെ തന്നെ നേടാൻ വേണ്ടി കുറുക്കു വഴികൾ അന്വേഷിച്ച് പരക്കം പായുമ്പോഴാണ് അത് മുതലെടുക്കാനും അതുപയോഗിച്ച് നമ്മെ ചൂഷണം ചെയ്ത് സമ്പത്താർജിക്കാനും ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾ വളരുക. നിങ്ങൾ ഏതെങ്കിലും ഒരു കേന്ദ്രം തളർന്നു പോയതായിട്ട് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കേന്ദ്രം സമ്പത്താർജിക്കാത്തതായിട്ട് കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇന്ന് ചിന്തിച്ചു നോക്കിയേ. എല്ലാവർക്കും വേണ്ടി ഉപേക്ഷിക്കാനും കൊടുക്കാനും വേണ്ടി പറഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ സമ്പത്തുണ്ടാക്കാൻ എത്രയോ കേന്ദ്രങ്ങളാണ് രംഗത്ത് വന്നിട്ടുള്ളത്. പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്നെ സംബന്ധിച്ച് വിശ്വാസ ജീവിതം എനിക്ക് നൽകിയത് ബാധ്യതകളും പ്രശ്നങ്ങളും മാത്രമാണ്. വിശ്വാസം പ്രഘോഷിക്കാൻ ഇറങ്ങിയത് കൊണ്ടുണ്ടായത് കഷ്ടപ്പാടുകൾ മാത്രമാണ്. അത് തുടങ്ങിയ കാലത്തുള്ളതിനേക്കാൾ മൂർച്ഛിക്കുന്നു എന്നല്ലാതെ ഒരിക്കലും അതിൽ നിന്ന് ഞാൻ മോചനം നേടിയിട്ടില്ല. മോചനം നേടാത്ത എന്താണ്? വിശ്വാസം പ്രഘോഷിക്കുന്നത് സൗജന്യമാകണം, ഇത് ആരോടൊന്നും വാങ്ങിക്കാനുള്ളതെല്ലാം തീരുമാനിച്ചു എന്ന് വെച്ച് ചെയ്യാനുള്ള കടമകൾ ചെയ്യാതിരിക്കാനും കഴിയില്ല. ഈ സംഘർഷത്തിനിടയ്ക്ക് പലപ്പോഴും നമുക്ക്
ബാധ്യതകളേറുകയും കടങ്ങൾ വരികയൊക്കെ ആ കടങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ആ സമയത്ത് ജോലി ചെയ്തിരുന്നെങ്കിൽ, നമ്മൾ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ബാധ്യതയില്ലാതെ സാധാരണ മനുഷ്യർ ജീവിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കാമായിരുന്നു. നമ്മളത് വേണ്ടെന്ന് വെച്ചത് ക്രിസ്തുവിനെ പ്രതി സഹിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ദാരിദ്ര്യം എന്ന് പറയുന്നത് അവരന് കൊടുക്കാനുള്ളതാണ്, മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനുള്ളതാണ്, ക്രിസ്തുവിനെ പ്രതി ജീവിക്കാനുള്ളതാണെന്ന് ബോധ്യം ഉണ്ടായാൽ നമ്മെ സംബന്ധിച്ച് കഷ്ടതകളും ഞെരുക്കങ്ങളും ബാധ്യതയില്ലായിട്ട് മാറും. നമ്മൾ അനുഭവിക്കുന്ന ഞെരുക്കങ്ങളും ഇല്ലായ്മകളും ജീവിതത്തിൽ നേട്ടങ്ങളില്ലാതെ പോകുന്നതും ക്രിസ്തുവിനെ പ്രതി സ്വയം ഹലോ ഹലോ അതെ അതെ പറയൂ. അതെ, ഞാൻ പള്ളുരുത്തിന്ന് വിളിക്കണേന്ന്. എന്റെ പേര്. എന്റെ മകൻ പ്രജീഷേ ഭയങ്കര മദ്യപാനായിട്ട് എപ്പോഴും ഇല്ല, ഇടക്ക് ആഴ്ച രണ്ടാഴ്ച കൊണ്ടുമ്പോ കൂടിച്ചിട്ടുണ്ടെങ്കിൽ കുടുംബത്ത് ഭയങ്കര പ്രശ്നങ്ങളാണ്. അവൻ വിവാഹിതനാണോ? ഒരു പെൺകൊച്ചുണ്ട് 5 വയസ്സുള്ള. ഭാര്യ രണ്ടാമത് ഗർഭിണിയായിട്ട് അത് അബോട്ടായിട്ട് ഭാര്യ അതിന്റെ വീട്ടിലാണ്. ഒരു പാവം പെൺകൊച്ചാണ്. ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടില്. പള്ളിയില് വരൂല വിളിച്ചിട്ടുണ്ടെങ്കിൽ. ഒരു മകനേ ഉള്ളോ? ഒരു മകൻ ഒരു മകളാണ്. മകളെ എരമല്ലൂരാണ് കല്യാണം കഴിച്ചത്. ഞാനൊരു മുസ്ലിമായിരുന്നു. എന്നിട്ട് ക്രിസ്ത്യാനി മതത്തിലോട്ട് വന്ന് ജീവിക്കണേ. 9 വർഷമായി ക്രിസ്തു മതത്തിലേക്കല്ല, വിശ്വാസത്തിലേക്ക്, സഭയിലേക്ക്. എന്റെ വിശ്വാസം അതെ, എന്റെ വിശ്വാസത്തിലോട്ട് ഞാൻ വന്നതാണ്. എനിക്ക് 18 വയസ്സുള്ളപ്പോ കല്യാണം കഴിഞ്ഞതാണ്. ഇപ്പൊ എനിക്ക് 58 വയസ്സായി. ഇപ്പൊ എന്റെ മകന് 38 വയസ്സായി, 37 വയസ്സായി. മകൾക്ക് 35 വയസ്സ്. രണ്ടുപേരും കല്യാണം കഴിച്ചു. ഇപ്പൊ കുറെ നാളായിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ് വീട്ടില്. വീട്ടിലൊന്നും മാറ്റി കിട്ടാനായിട്ട് ഞാൻ കുറെ സ്ഥലത്തൊക്കെ പ്രാർത്ഥന, എല്ലായിടത്തും ഞാൻ പോണ ആളാണ് പ്രാർത്ഥനക്ക്. അതൊരു ഇതുമില്ല. ഈ ഓട്ടോ ഒക്കെ അവസാനിപ്പിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, അവനെ പള്ളിയിലേക്ക് വരാൻ നിങ്ങൾ നിർബന്ധിക്കുകയൊന്നും വേണ്ട. പള്ളിയിലേക്ക് ഒരാളെ നിർബന്ധിച്ചു കൊണ്ടുപോയിട്ട് എന്താ കാര്യം? അല്ല, ഞാൻ പറയുന്നത് ഈ നമുക്ക് ചെറിയ പ്രായത്തിൽ കുട്ടികളെ നിയന്ത്രിക്കാനും അതൊക്കെ ഒരു സ്വാഭാവികമായും മാതാപിതാക്കൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ 37 വയസ്സ് 38 വയസ്സൊക്കെ ആയ ഒരാളോട് നമ്മൾ ഒന്നും പറയേണ്ട കാര്യമില്ല. എന്താണ് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, സഹോദരി വിശ്വാസത്തിലേക്ക് വന്നതാണ്. വിശ്വാസത്തിലേക്ക് ഒരാൾ വിശ്വാസത്തിലേക്ക് വരുന്നത് അയാൾക്ക് വ്യക്തിപരമായൊരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ്. ഞാൻ പറയുന്നത് ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് നമ്മൾ ഈ മദ്യമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ചിന്തിക്കാതിരിക്കുക, അതിനെ എതിർക്കാതിരിക്കുക. അതായത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എതിർപ്പ് കൂടുന്തോറും, നമ്മൾ ഉപദേശം കൂടുന്തോറും, എതിർപ്പ് കൂടുന്തോറും അതിനോടുള്ള അട്രാക്ഷൻ കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? ജീവിതത്തിന്റെ സന്തോഷം, മനുഷ്യരെല്ലാം ജീവിതത്തിൽ സന്തോഷം അന്വേഷിക്കുന്നവരാണ്. അപ്പൊ ജീവിതത്തിന്റെ സന്തോഷം ആത്മാവായി മാറാതെ, സ്നേഹമായി മാറാതെ വരുമ്പോഴാണ് സ്വാഭാവികമായും ഇത് ബലഹീനതകൾ നമ്മളെ ബലം പിടിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ബലഹീനനായ ഒരാളെ, ഒരു വശം തളർന്ന ഒരാളാണ്. ഈ മദ്യം ഒരു സൈഡ് വീക്ക്നെസ് ആയിട്ട് അദ്ദേഹത്തിനുണ്ട്. അപ്പുറത്തുനിന്ന് പിടിച്ച് വലിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് പിന്നെ നിൽക്കാൻ പറ്റാതെ വീണു പോകും. അതുകൊണ്ട് സ്നേഹത്തോടെ ഹൃദയത്തിൽ അവന് പകരം പ്രാർത്ഥിക്കുക. അവന് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല ചെയ്യേണ്ടത്, അവന് പകരം ഈശോയെ അവന് പകരം. ഇപ്പോൾ ഒരു കൊന്ത ചെല്ലുകയാണെങ്കിലും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അവനെ പ്രതി ചെയ്യാം. എങ്ങനെയാണ്? അവൻ കൊന്ത ചെല്ലുന്നില്ല, പകരം ഞാൻ ചെയ്യുന്നു. അവൻ ഇങ്ങനെ ബലഹീനനാണ്, പകരം ഞാൻ എൻ്റെ കഷ്ടപ്പാടുകളെ നിനക്ക് കാഴ്ചവെക്കുന്നു, ഈ സഹനങ്ങളെ. അപ്പം അവൻ മദ്യപിക്കുന്നു. അതാണ് ഇപ്പം നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പം എന്ത് പ്രാർത്ഥിക്കാം? ഈശോയെ അവൻ അതുമൂലം ഞാൻ അനുഭവിക്കുന്ന സഹനങ്ങളെ അവന് വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നു എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഇത് സ്വാഭാവികമായി, ഞാൻ പറഞ്ഞില്ലേ, മനസ്സിന് സ്വസ്ഥതയും ബലവും ഉണ്ടാവുമ്പോഴേ ഒരാൾക്ക് ബലഹീനതയെ ജയിക്കാൻ പറ്റും. മദ്യപാനം ഒരു പോലെ ഒരു ബലഹീനതയാണ്. അപ്പോൾ ബലഹീനതനെ നേരിടണമെങ്കിൽ അവന് ബലം പ്രാപിക്കണം. അപ്പോൾ അവന് ബലം പ്രാപിക്കാൻ അവൻ എന്ത് ജോലി ചെയ്യുന്നത്? ടൈൽസിന്റെ. അപ്പോൾ ബലം പ്രാപിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവന് വേണ്ടി വിശ്വാസത്തിന്റെ പക്ഷത്ത് നിൽക്കണം. അപ്പോൾ ഈ പല സ്ഥലങ്ങളിൽ ഓടി നടന്ന് ബലം പിടിക്കണ്ട. നമുക്ക് ഇടവക ദേവാലയമുണ്ട്, കുർബാനയുണ്ട്, കുദാശയ്ക്കകത്ത് അവന് വേണ്ടി ഇപ്പൊ ചെയ്യാറുള്ള പരിപാടി കാഴ്ചവെപ്പിന്റെ സമയത്ത് അവനെ സമർപ്പിക്കാറില്ലേ? ചെയ്യരുത്. ഇനി
അവനെ സമർപ്പിക്കരുത്, കാരണം അവൻ വന്നിട്ടില്ലല്ലോ, പിന്നെ അവനെങ്ങനെ സമർപ്പിക്കും? സമർപ്പണം വ്യക്തിപരമാണ്, നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ, നിങ്ങളെ മാത്രം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കാഴ്ചവെപ്പിന്റെ നേരത്ത് പറയണം, ഈശോയെ അവന് വേണ്ടി കൂടി ഞാൻ എന്നെ സമർപ്പിക്കുന്നു, എന്നെ സഹോദരിയെ തന്നെ കാഴ്ചവെക്കണം. ഞാൻ എന്നെ കാഴ്ചവെക്കുന്നു, അവന്റെ വിശ്വാസമില്ലായ്മയ്ക്ക് പകരം ഞാൻ എന്നെ കാഴ്ചവെക്കുന്നു, അവന്റെ ബലഹീനതകൾക്ക് പകരമായി ഞാൻ എന്നെ കാഴ്ചവെക്കുന്നു. സ്വയം കാഴ്ചവെച്ച് പ്രാർത്ഥിക്ക്. ദൈവം ശക്തമായ ഇടപെടൽ നടത്തും, അത്ഭുതങ്ങൾ സംഭവിക്കും. ഞാനും വിശ്വാസം ഇല്ലാതിരുന്ന ഒരാളാണ്, ഞാനും വിശ്വാസത്തിലേക്ക് വന്നതാണ്. 18 വർഷം ഞാൻ വിശ്വാസം ഇല്ലാണ്ട് ജീവിച്ചതാണ്. എന്നിട്ട് 19 വയസ്സായപ്പോഴാണ്, ചെറുപ്പകാലത്തൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു, പിന്നെ വിശ്വാസത്തിൽ നിന്ന് വന്നു. 12 വയസ്സ് വരെ അങ്ങനെ ആയിരിക്കും കുട്ടികൾ, മനസ്സിലായി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ലോകത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴാണ് നമുക്ക് അതിന് പല കാരണങ്ങളുണ്ടാകാം. നമ്മുടെ തന്നെ കുറവുകൾ പലപ്പോഴും ഉണ്ടാകാം, നമ്മൾ പ്രവർത്തിച്ച കുറവുണ്ടാകാം, നമ്മുടെ സമൂഹത്തിലുള്ള കുറവുകൾ ഉണ്ടാകാം, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് കുറ്റപ്പെടുത്തി ചിന്തിക്കാതെ അവൻ നല്ലവനാണെന്നും അവൻ ഈശോയിലാണെന്നും വിശ്വസിക്കുക. എന്നിട്ട് ഈശോയോട് പറയുക, അവൻ കൈവിടുക, അവൻ്റെ കയ്യിൽ നിന്ന് വിട്, അവൻ്റെ വഴിക്ക് പോട്ടെ. ഈശോ അല്ലേ കൂടെ ഉള്ളത്, അവൻ്റെ അകത്ത് ഈശോ ഉണ്ട്. അപ്പോൾ ആ ഈശോനെ അവൻ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ ഈ ബലഹീനതകളെ വിജയിക്കും കേട്ടോ. അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളും പ്രത്യേകം പ്രാർത്ഥിക്കാം. സന്തോഷമായിട്ടിരിക്കും കേട്ടോ. അങ്ങനെ ചിന്തിക്കുന്നതല്ലേ അപകടം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, അപ്പൊ നമ്മൾ ആർക്കെതിരായി? നമ്മളൊരു കാര്യമുള്ളത് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ പറഞ്ഞ കണക്കിനാണെങ്കിൽ ഞാനൊക്കെ എത്രയോ പ്രാവശ്യം തൂങ്ങിച്ചാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടപ്പെട്ടു, വഴി കിടന്നു 1.5 വർഷത്തോളം ഞാൻ എനിക്ക് ആരുമില്ല, എല്ലാ ആൾക്കാരും എന്നെ തിരിഞ്ഞു നോക്കാനല്ല. ഇപ്പൊ മക്കളെ ആവശ്യത്തിന് എല്ലാവരും വരെയും പോവുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്റെ മനസ്സിൽ പോണ ദൈവം, എന്റെ എനിക്ക് ഒരു മകനുള്ളതും കൂടി ഇങ്ങനെ ഇപ്പൊ എന്നെ കൈവിട്ട് പോയല്ല ദൈവം എന്നുള്ള ഒരൊറ്റ. എന്തിന് ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു ബലമുള്ള കയ്യിലല്ലേ പിടിച്ചത് കർത്താവിന്റെ. ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടപ്പെട്ടു, തെരുവിൽ കഴിയേണ്ടി വന്നു, ആരും ഇല്ലാണ്ടായി, ഒത്തിരിയേറെ സഹനങ്ങളിലൂടെയാണ് ജീവിതത്തിൽ. ഒരാളും പലപ്പോഴും എനിക്ക് അനുഭവപ്പെടാറുള്ളത്, ഞങ്ങൾക്ക് നിങ്ങളൊക്കെയാണ് സഹോദരങ്ങൾ. ഞാൻ ഈ എല്ലാവരെയും സഹോദരങ്ങളായി സ്വീകരിച്ചപ്പോൾ എനിക്ക് വ്യക്തിപരമായി പലപ്പോഴും സഹോദരങ്ങളിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും വിചാരിക്കണ്ട. നമ്മൾ ഒരാളെ കിട്ടിയാൽ പിന്നെ അയാളെ മുറുകെ പിടിക്കുക എന്നതാണ്. യേശുവിനെ മുറുകെ പിടിക്കുന്നുണ്ട്, എല്ലാവരും സ്നേഹിക്കുക. ഇപ്പോഴെങ്കിലും അവരൊക്കെ വരുന്നുണ്ടല്ലോ, എല്ലാവരും വരുന്നുണ്ടല്ലോ. പിന്നെ എല്ലാവർക്കും ഈ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും, വിശ്വാസപരമായ അകൽച്ച ഉണ്ടാവും. ഇതൊക്കെ മനുഷ്യരല്ലേ, നമ്മൾ മനുഷ്യരെ കണ്ടാൽ മതി. അവർക്കൊക്കെ നന്മ ഉണ്ടാകും. പ്രാർത്ഥിക്കുക, സമാധാനത്തോടെ ഇരിക്കുക, ദുർവിചാരങ്ങളിലൊന്നും പെടാതിരിക്കുക കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് മനുഷ്യർ ഇപ്പൊ ആ സഹോദരി പറഞ്ഞപ്പോൾ തന്നെ പറയും, പലയിടത്തും ഓടി നടക്കുകയാണ്. പലയിടത്തും ഓടി നടക്കുമ്പോഴാണ് ഈ കുടുക്കുകൾ നമ്മളെ വന്ന് കൂടുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഉറക്കേണ്ടത്, ഇതിനൊക്കെ മാറ്റം ഉണ്ടാകേണ്ടത് വിശ്വാസികളുടെ ഭാഗത്തുണ്ടാകേണ്ട ഒരു ഉറപ്പാണ്. കർത്താവ് എന്നെ വിളിച്ചിട്ടുള്ളത് ക്രിസ്തുവിനെ അനുഗമിക്കാനാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നിനക്കുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കാൻ മനസ്സുണ്ടാവുക എന്നാണ്. അപ്പൊ നമുക്കൊന്നും ഇല്ലാണ്ടാവൂല എന്നാണ്. നമുക്കൊന്നും ഇല്ലാണ്ടാവണം. സ്വയം ശൂന്യവൽക്കരിക്കപ്പെടാത്ത ഒരാൾക്കും ക്രിസ്തുവിനെ അനുഭവിക്കാൻ സാധ്യമല്ല. നമ്മൾ ശരിക്കു പറഞ്ഞാൽ വിശ്വാസത്തിന്റെ വഴിയിലൊന്ന് തെറ്റിദ്ധരിച്ച് ഇന്ന് ചെയ്യുന്ന യാത്രകളിലൊക്കെ നമ്മൾ അന്വേഷിക്കുന്ന ക്രിസ്തുവിനെ അല്ല. അവനവന്റെ സുഖം, അവനവന്റെ സന്തോഷം, താല്പര്യങ്ങൾ അവ നിറവേറി കിട്ടാനുള്ള ബലപ്രയോഗങ്ങൾ മാത്രമാണ് പ്രാർത്ഥനയും വിശ്വാസവും എന്ന്. ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ എന്താ? യേശു പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശും എടുത്ത് എന്റെ പിന്നാലെ വരട്ടെ. അങ്ങനെ പിന്നാലെ ക്രിസ്തുവിനെ അനുഗമിച്ചാൽ അതിന്റെ ഏറ്റവും വലിയ എളുപ്പം, ഏറ്റവും അടുത്ത് കാണാവുന്ന ഉത്തരം എന്താ? എല്ലാം ഉപേക്ഷിച്ചവന് പിന്നെ കയ്യിലൊന്നും ഉണ്ടാവില്ല. കയ്യിലൊന്നും ഉണ്ടാകാണ്ടാവുമ്പോൾ ലോകത്ത് സമ്പത്തില്ലാണ്ടായാൽ അനുഭവിക്കാവുന്ന എല്ലാ ദുരന്തങ്ങളും അനുഭവിക്കും. ക്രിസ്തു 2 കാര്യങ്ങളാണ് ദാരിദ്ര്യമാണ് എടുത്തത്. ഒന്ന് ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്, വസ്തു സംബന്ധമായ ദാരിദ്ര്യം, പദാർത്ഥ സംബന്ധിയായ ദാരിദ്ര്യം. അതുകൊണ്ട് ക്രിസ്തുവിന് കിടക്കാൻ ഭൂമിയിൽ ഇടമുണ്ടായില്ല. നമ്മളിവിടെ പരാതിപ്പെടുന്ന കർത്താവെ വീടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇത്രയേറെ 58 വയസ്സായി എനിക്ക്, വീടില്ലാത്ത മനുഷ്യനാണ് ഞാൻ. ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ
ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് ഒരു തിരിച്ചറിവ് ദൈവം തന്നപ്പോൾ അതിനോട് നമുക്ക് താല്പര്യമില്ലാണ്ടായി. ആ താല്പര്യം ഇല്ലാണ്ടായതുകൊണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായി. വാടക കൊടുക്കേണ്ടി വരും, എല്ലാ മാസവും വാടക കൊടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടേണ്ടി വരും. ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് കടുത്ത വേദന ഉണ്ടാവും, അസ്വസ്ഥത ഉണ്ടാവും, കഷ്ടപ്പാടുണ്ടാവും. അപ്പോൾ അങ്ങനെ കഷ്ടപ്പാട് ഇതിൻ്റെ കൂടെ ഉണ്ടെന്ന് ഓർക്കണം. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് വെച്ചാൽ ദാരിദ്ര്യം എടുക്കുക എന്ന് വെച്ചാൽ ഒരു കഷ്ടപ്പാടാണ്. മണിമേടകൾ ജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ സുഖഭോഗങ്ങൾ ജീവിച്ചുകൊണ്ട് സന്തോഷം സൗകര്യങ്ങളൊക്കെ ആർജിച്ച് അനുഭവിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പിന്നാലെ പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞത് സമ്പത്തിനെയും എന്നെ ഒരേപോലെ സ്നേഹിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് ദൈവത്തെ മാമോനെ സ്നേഹിക്കാൻ കഴിയില്ല, ഒന്ന് കൈവിടണം. ആ കൈവിടുന്നത് ഈ ലോകത്തെയാണ് കൈവിടുന്നത്, സമ്പത്തിനാണ് കൈവിടുന്നതെങ്കിൽ നാം പ്രവേശിക്കുന്നത് പദാർത്ഥ സംബന്ധിയായ ദാരിദ്ര്യത്തിലേക്കാണ്. ഇതൊരു മിനിമം റിക്വയർമെൻ്റ് ആണ്. ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ കയ്യിലുള്ളത് കൈവിടാൻ പറ്റണം. അങ്ങനെ കൈവിടാൻ പറ്റുന്നുണ്ടോ എന്ന് ആലോചിക്കുക. നമ്മളെപ്പോഴും ആലോചിച്ച് നോക്കിയേ, സഭയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും സമ്പത്ത് പ്രധാനപ്പെട്ട വിഷയമാണ്. സമ്പത്തുള്ളവൻ മാന്യൻ. ഇപ്പോൾ കടമുണ്ടെന്നൊരാൾ പറഞ്ഞാൽ അയാൾക്ക് എന്തോ കുറവുണ്ടെന്നാണ്, അയാൾ പ്രശ്നക്കാരനാണെന്നാണ്. കടമുണ്ടാകുന്നത് കാശില്ലാഞ്ഞിട്ടാണ്. കാശില്ലാണ്ടായിപ്പോയത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഈ ഒരു രാഷ്ട്രീയ നേതാവ് എടുത്ത് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞു, പോവർട്ടി ഒരു മൈൻഡ് പ്രോബ്ലമാണ്, ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് പോവർട്ടി. ദാരിദ്ര്യം ഒരു മാനസികാവസ്ഥയാണ്. ദാരിദ്ര്യം ഒരു മാനസികാവസ്ഥയല്ല, ഒരു പരമമായ യാഥാർത്ഥ്യമാണ്. എങ്ങനെയാണ് സമ്പത്ത് ഉള്ളവൻ അവൻ്റെ കയ്യിൽ ദൈവമേൽപ്പിച്ച സമ്പത്ത് മറ്റുള്ളവരുമായി പങ്കുവെക്കാതെ പോയപ്പോൾ ഉണ്ടായ ഒന്നിൻ്റെ പേരാണ് ദാരിദ്ര്യം. സമ്പത്തുള്ളവൻ, ഈശോ 2 കൊറിന്ത്യർ 8:9 പറയുന്നുണ്ട്, അവൻ സർവ്വസമ്പന്നനായിരിക്കെ സമസ്തവും ഉപേക്ഷിച്ച് വന്നു നമ്മൾ സമ്പന്നരാകാൻ വേണ്ടി. തന്നെ ഉപേക്ഷിച്ചുകൊണ്ടല്ലാതെ ക്രിസ്തുവിനത് പകർന്നു നൽകാൻ സാധ്യമല്ല. അപ്പോൾ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ എങ്ങനെയാണ് ദരിദ്രരും ധനവാനും ഉണ്ടായത്? ഇപ്പം ആഫ്രിക്കയെ കൊള്ളയടിച്ചിട്ടാണ് യൂറോപ്പ് സമ്പത്തിലേക്ക് വന്നത്. ഇന്ത്യയെ കൊള്ളയടിച്ചിട്ടുണ്ട്. അങ്ങനെ രാജ്യങ്ങളെ കൊള്ളയടിക്കുകയും ജനതയെ കൊള്ളയടിക്കുകയും ചെയ്തിട്ടാണ് രാജാക്കന്മാർ സമ്പത്ത് ആർജിച്ചത്. അവർ പണിയെടുത്തിട്ടല്ല, ഊഴിയവേല ജയിച്ചും മറ്റുള്ളവരുടെ രക്തം ഊറ്റി കുടിച്ചുകൊണ്ട് രാജാക്കന്മാർ നാട് ഭരിച്ചത്. ഇപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പോഴും ഇലക്ട്രൽ സ്കാം അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ പുറത്തു വരുന്നത് സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ടാണ്. രാജ്യത്തെ ജനങ്ങളുടെ പോക്കറ്റിൽ കൈയിട്ട് കൊള്ളയടിച്ചുകൊണ്ട് അതിസമ്പന്നർക്ക് വേണ്ടി ഭരണാധികാരികൾ നടത്തുന്ന വിക്രിയ വേലകളാണ് രാജ്യത്താകമാനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ലോകത്ത് നമ്മൾ കാണുന്ന സമ്പത്തിനോടുള്ള ഈ പ്രിയം, അല്ലെങ്കിൽ സമ്പത്താണ് പ്രധാനമെന്ന ഈ ബോധ്യത്തിൽ നിന്ന് ഒരാൾക്ക് മോചനമുണ്ടായാൽ ആ മോചനമാണ് സഹോദര സ്നേഹത്തിൽ പ്രകടമാകുക. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ നമ്മൾ കണ്ടതാണ്, 34 കോടി രൂപ പിരിച്ച ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വളരെയധികം പേർ ജീവിതത്തിൽ കൈ അയച്ച് സഹായം ചെയ്തത്. അപ്പോൾ ഇതേപോലെ പ്രളയം വന്ന സമയത്താണെങ്കിലും കോവിഡിൻ്റെ സമയത്താണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടു, നമ്മളിങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായി, സ്വന്തം വീട് തുറന്നു കൊടുക്കാൻ തയ്യാറായി. മംഗലപ്പുഴ സെമിനാരി വരെ തുറന്നു കൊടുത്തു ആളുകൾക്ക് വെള്ളപ്പൊക്കം വന്നപ്പോൾ കയറിപ്പോരാൻ. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് എല്ലാവരുടേതുമാണ്, ഔദാര്യമൊന്നുമല്ല, എല്ലാവരുടേതുമാണ് എന്ന ബോധ്യത്തിലേക്ക് നാം എത്തിച്ചേരുകയും ഇതാണ് അപ്പോഴാണ് ദൈവദാനം സമ്പത്ത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പൂർണ്ണമാകുക. ദൈവത്തിൻ്റെ ദാനമാണ്, എല്ലാവരുടെയുമാണ്, എല്ലാവർക്കും വേണ്ടിയാണ് നമ്മളെന്ന ബോധ്യത്തിലേക്ക് വരിക. രണ്ടാമത്തെ ഭാഗം എന്താണ്? ഒരു ആത്മീയമായ ദാരിദ്ര്യം. അത് ഞാൻ എൻ്റെതല്ലെന്ന ബോധ്യമാണ്. ഞാൻ എൻ്റെ സ്വന്തമല്ല, ഞാൻ പോലും എൻ്റെ സ്വന്തമല്ല. ഇപ്പം നമ്മൾ ഏറ്റവും അറ്റം പറ്റുമ്പോൾ പറയണത് ഞാൻ എന്നൊരു കാര്യത്തിലാണല്ലോ ഉറയ്ക്കുക. എനിക്കുള്ളതൊക്കെ നഷ്ടപ്പെട്ടാലും അവസാനം ഞാൻ എന്നതിലേക്ക് ഉറയ്ക്കും. ആ ഞാൻ പോലും എൻ്റെ അല്ല, ഞാൻ ദൈവത്തിൻ്റെ ദാനമാണ്. ഞാൻ ദൈവത്തിൻ്റെ ദാനം. ഇത് ആർക്ക് വേണ്ടിയാണ്? മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അത് മറ്റുള്ളവർക്കുള്ളതാണ് എന്ന് വരുമ്പോൾ എനിക്ക് എൻ്റെ മേലുള്ള അവകാശാധികാരങ്ങളെല്ലാം നഷ്ടപ്പെടും. അതാണ് ഡിനൈ ഹിംസെൽഫ്. എന്നെ എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ പുറകെ വരാൻ പറയുന്നത്. നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് എന്നെ വന്ന് അനുഗമിക്കുക. അപ്പോൾ രണ്ടും ഇല്ലാണ്ടാവും. രണ്ടും ഇല്ലാണ്ടാവണതിൻ്റെ പേരാണ് വിശ്വാസ ജീവിതം. അപ്പോൾ എന്നെ ഇതൊന്നും ബാധിക്കാതെയാവും. ഇപ്പോൾ സാധാരണഗതിയിൽ കടം വന്നാൽ ഒരാൾക്ക് അഭിമാനക്ഷതം ഉണ്ടാവും. എന്നെ കേൾക്കുന്ന നിരവധി പേര് കടബാധ്യത ഉള്ളതിൻ്റെ പേരിൽ അഭിമാനക്ഷതമുള്ളവരാണ്, മാനക്കേടുള്ളവരാണ്. മേടിച്ചിട്ട് കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ആരെങ്കിലും വന്ന് ചീത്തയും കൂടി പറഞ്ഞ് ശരിയായി, പൂർണ്ണമായി. എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ ആനന്ദം ഉണ്ടാകുന്നൊരു കാര്യമാണ്. അങ്ങനെ കടം മേടിച്ചിട്ട് കൊടുക്കാതിരിക്കണമല്ലോ കേട്ടോ. കടം മേടിച്ചിട്ട് കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ കടബാധ്യതകളുണ്ടായപ്പോൾ, കഷ്ടപ്പാടുണ്ടായപ്പോൾ എനിക്ക് അഭിമാനമുണ്ടായി. അതെന്താണ്? അത് ഞാൻ ആ വഴിയെ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. പണിയെടുക്കാതിരുന്നിട്ടില്ല, നന്നായിട്ട് ജോലി ചെയ്തു. ആ ജോലി ചെയ്യുന്നതൊന്നും എനിക്ക് വേണ്ടിയല്ലാണ്ടായിപ്പോയപ്പോൾ, ജോലി ചെയ്യുന്നത് കൊണ്ട് സ്വന്തം ഒന്നും ആർജിക്കാൻ ശ്രമിക്കാതെ വന്നപ്പോൾ, അപ്പോൾ ഇത് പറയുന്നത് വിഡ്ഢിത്തമാണ്.
ഈ വിഡ്ഢിത്വത്തിൻ്റെ പേരാണ് ക്രിസ്തു. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരൊന്നും ഇല്ലാണ്ടുള്ളവരായിട്ട് മാറിയത്. പൗലോസ് പണിയെടുത്ത് കൂടെയുള്ളവർക്ക് കൊടുത്തു, അങ്ങനെ കൂടെയുള്ളവർക്ക് കൊടുത്തിട്ട് പൗലോസ് ഇല്ലാണ്ടാവുകയാണ്. അങ്ങനെ ആദിമസഭയിൽ നമ്മൾ കണ്ട പങ്കുവെപ്പിൻ്റെ സ്നേഹം ആണ് സഭയുടെ അടിസ്ഥാന ശക്തിയായിട്ട് വളർന്നത്. ഈ കൊടുക്കാനുള്ള മനോഭാവമാണ്. നിങ്ങൾ ആലോചിച്ചു, 8 ലക്ഷത്തിലധികം കന്യാസ്ത്രീമാർ, 5 ലക്ഷത്തിലധികം പുരോഹിതർ, ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താ? സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തി ഒന്നുമില്ലാത്തവരായി. ഒരു ദിവസം ഒന്ന് ആലോചിച്ചേക്ക്, ഒരു പുരോഹിതനെ സഭയിൽ നിന്ന് പുറത്താക്കിയാൽ സംഗതി പ്രശ്നത്തിലായി. ഒരു പുരോഹിതന് ഒരു പ്രശ്നത്തിൽ പണ്ട് പെട്ടപ്പോൾ അദ്ദേഹത്തിന് എതിരായി ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, 10-60 വയസ്സായി, 58 വയസ്സോളമായി. അപ്പോൾ സഭ എന്നെ ഇപ്പോൾ കളഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ലാണ്ടായിപ്പോൾ. ഞാൻ അച്ഛനോട് പറഞ്ഞത്, അച്ഛൻ രക്ഷപ്പെട്ടില്ലേ? ഒന്നുമില്ലാത്തവനെ, എന്തെങ്കിലും ഒരു പിടിവള്ളി ശേഷിക്കുന്ന ഒരാൾക്ക് ദൈവം ഇല്ല എന്ന് പറയേണ്ടി വരും. എന്തെങ്കിലും ഒരു പിടിവള്ളിയിൽ നമ്മൾ തൂങ്ങുന്നുണ്ട്. ആ ഒരു കുറവാണ് ദൈവവും നമ്മളുമായിട്ടുള്ള അകലം. ഇപ്പം നമുക്കുള്ള അകലം. എന്തെങ്കിലുമൊക്കെ ഒരു പിടിവള്ളി നമ്മൾ തൂങ്ങും, എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷ വേറെ വെക്കും. അതായത് കർത്താവിലാണ് സമ്പൂർണ്ണ ഇതാണ്, നമ്മളെ തന്നെ മുറിച്ച് വിളമ്പിയിട്ടാണ് എല്ലായ്മയായിത്തീരുന്നതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നതിനെ മറികടക്കാൻ എവിടെയെങ്കിലും ഒരു തരുമ്പേ നമ്മൾ കയറി പിടിക്കുക അറ്റ കൈക്ക്. അത് ഒരു പ്രതീക്ഷയാണ്. മഠത്തിൽ നിന്ന് പുറത്താക്കുന്നത് കന്യാസ്ത്രീമയ്ക്ക് പ്രശ്നമാണ്. കാരണം മഠമാണ് അവസാനത്തിന് പിടിവള്ളി അവിടെ കിടപ്പുണ്ട്. സഭയിലാണെങ്കിൽ പുരോഹിതനത് കിടപ്പുണ്ട്. ഇത് കുടുംബത്തിലാണെങ്കിൽ അപ്പനും അമ്മയ്ക്കും ഒക്കെ കിടപ്പുണ്ട്. ഇപ്പോൾ ഒരു സഹോദരി വിളിച്ചപ്പോൾ പറഞ്ഞത് മകനിലാണ് പ്രതീക്ഷ. അതുകൊണ്ട് ഇനിയിപ്പോൾ ബന്ധുക്കളാരും ജീവിതത്തിലുണ്ടായാലും ഇനിയിപ്പോൾ അവനും കൂടി കൈവിടുമോ, അവസാനത്തെ അവിടെ പിടിച്ചേക്കാം. ഈ പിടുത്തമുള്ള കാലത്തോളം കർത്താവിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഒരാൾ ഒരു 500 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് വീഴാണ്. ആ കൊക്കയിലേക്ക് വീഴുന്ന സമയത്ത് ഒരു 200 അടി താഴ്ചയിലേക്ക് വന്നപ്പോൾ ആൾ വിളിച്ച്, കർത്താവേ. അപ്പോൾ ഒരു ചെറിയ കൊമ്പിൽ പിടുത്തം കിട്ടി. ഈ മലയിടുക്കിലുള്ള ഒരു ചെറിയ കമ്പിൽ പിടുത്തം കിട്ടി. ആ കമ്പിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് വിളിക്കുകയാണ്, കർത്താവേ. അപ്പോൾ കർത്താവ് പറഞ്ഞ്, കൈവിട്, ഞാൻ പിടിക്കാം. വിടുവോ? അവിടെയാണ് നമ്മൾ ഈ ചെറിയ പ്രതീക്ഷകളിൽ നമ്മൾ മനമുടക്കും. അപ്പം അതുകൊണ്ട് സമ്പത്ത് കേന്ദ്രീകൃതമായ ഈ വിശ്വാസത്തിൻ്റെ അപജയം നമ്മെ കൊണ്ടെത്തിക്കുന്നത് അന്ധവിശ്വാസങ്ങളിലേക്കാണ്. ആ വഴിയാണ് നമ്മൾ ഇന്ന് കാണുന്ന പല കച്ചവട സ്ഥാപനങ്ങൾ, വിശ്വാസത്തെ വിറ്റ് കാശാക്കുന്ന കച്ചവട സ്ഥാപനങ്ങൾ വളരാനും ശക്തിപ്പെടാനും ഇടയായത്. ഇത് വിശ്വാസത്തിൻ്റെ ദൃശ്യങ്ങളല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഒരു ദേവാലയത്തിൽ നടക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ബോർഡ് കേരളമാകെ ഇവന്റ് മാനേജ്മെൻറ്റുകാർ കൊണ്ട് വെക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇത് ബിസിനസ്സാണെന്നാണ്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാൻ കേരളം മുഴുവൻ ബോർഡ് വയ്ക്കാൻ വിചാരിച്ചാൽ നടക്കുമോ? ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിനനുസരിച്ചുള്ള ഒരു പ്രോഫിറ്റ്, ലാഭം ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിൻ്റെ പേരാ കച്ചവടം. അതിൻ്റെ പേരാണ് കച്ചവടം. ഇവിടെ നമ്മൾ വിചാരിക്കേണ്ടത് ഇപ്പോൾ യേശുക്രിസ്തു ദൈവമാണ് എന്നത് പ്രഖ്യാപിക്കാൻ വേണ്ടിയല്ലല്ലോ. യേശുക്രിസ്തു ദൈവമാണെന്ന് പ്രഖ്യാപിക്കാൻ സഭയിൽ വിശ്വാസ പ്രഘോഷകർ എണ്ണം കുറയുന്നു എന്നൊക്കെയാണ് പലപ്പോഴും നേതൃത്വത്തിനുള്ള പരാതി. ഒറ്റ പ്രശ്നമുള്ളൂ, വിശ്വാസം പ്രഘോഷിക്കാനായിട്ട് ചെയ്യേണ്ടത് ഈ പറഞ്ഞ പ്രസംഗമല്ല. ലൈഫ് ഓറിയൻറ്റഡ് ആയിട്ട് ജീവിതത്തെ സ്വയം പിച്ചിക്കീറി കൊടുക്കാൻ കഴിയുന്ന ക്രൈസ്തവ ബോധ്യത്തിൻ്റെ എത്രത്തോളം അടയാളങ്ങൾ നമുക്ക് ഈ സമൂഹത്തിൽ ശേഷിപ്പിക്കാൻ കഴിയുന്നുണ്ട്. സ്റ്റാൻ സ്വാമി അച്ഛനെ നമുക്ക് ചൂണ്ടി പറയാൻ പറ്റും. അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. എത്ര പേര് ഇന്ത്യയിലെ ദരിദ്രർക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി നിൽക്കുന്നുണ്ട്. എത്ര പേര് ഇപ്പോൾ നമുക്ക് കാണാവുന്ന ഒന്ന് സമ്പത്തും അധികാരവും കൈകോർത്തുകൊണ്ടുള്ള ഫാസിസ്റ്റ് മനോഭാവത്തെ, സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും ടോട്ടൽ മർജിങ് ആണ് ഫാസിസം. അതിപ്പോൾ നമുക്ക് രാജ്യത്ത് കാണാൻ പറ്റും. വലിയ വലിയ കുത്തകകൾ ഉണ്ടാക്കിയ മരുന്നുകൾ കഴിച്ച ആളുകൾ മരിക്കുന്നു, കഫ് സിറപ്പ് കുടിച്ച് കുട്ടികൾ മരിക്കുന്നു. ഈ മരുന്ന് കമ്പനികളൊക്കെ ഇലക്ട്രൽ ബോണ്ട് എടുത്തിട്ടുണ്ട്, അവർക്കൊക്കെ പൈസ കിട്ടിയിട്ടുണ്ട്, അവരതിൻ്റെ ഇരട്ടിയായിട്ട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കോവിഷീൽഡ് വാക്സിൻ ഉണ്ടാക്കാൻ വേണ്ടി ആധാർ പൂനാവാല എന്ന് പറയുന്നയാൾ BJP സർക്കാരിന് കൊടുത്തത് 52 കോടിയാണ്. ആ 52 കോടി കൊടുത്തപ്പോൾ 2583 കോടി രൂപയുടെ കോവിഷീൽഡ് വാക്സിൻ വാങ്ങിച്ചു. അപ്പോൾ ആ കോവിഷീൽഡ് വാക്സിൻ്റെ കച്ചവടത്തിലൂടെ ലാഭം ആർജിക്കുന്നു. ഈ ലാഭക്കച്ചവടത്തിലൂന്നിയ അധികാര മത്സരങ്ങൾ സാധാരണ സമൂഹത്തിൽ നടക്കുമ്പോൾ വിശ്വാസ സമൂഹമാണ് അതിനെതിരായിട്ട് പ്രതിരോധം ഉണ്ടാകേണ്ടത്. വിശ്വാസ സമൂഹം പ്രതിരോധം ഉണ്ടാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് വിശ്വാസികൾ
പലപ്പോഴും അബദ്ധങ്ങളിൽ ചെന്ന് പെടുന്നത്. ഇപ്പം നമ്മൾ നോക്കാം, മണിപ്പൂർ നോക്കാം, ഒത്തിരി UP അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നോക്കാം, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ക്രൈസ്തവ പീഡനങ്ങൾ. എവിടെയൊക്കെ ദേവാലയങ്ങളുണ്ടോ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടോ, അവിടെയൊക്കെ അന്ത്യശാസനം കൊടുക്കാൻ അടിച്ച് തകർക്കുകയാണ്. 250 ദേവാലയങ്ങളാണ് ഈ പറഞ്ഞ മണിപ്പൂർ മാത്രം തകർത്തത്. നമ്മുടെ സഹോദരിമാരാണ് നഗ്നരായി വഴിയിലൂടെ ഓടേണ്ടി വന്നത്. അനേകർ ബലാത്സംഗത്തിനും അതിക്രമങ്ങൾക്കും ഇരയാക്കപ്പെട്ടു. ഇത് UP നിരന്തരം നടക്കുകയാണ്, മധ്യപ്രദേശിൽ നടക്കുകയാണ്. അവിടെ നമ്മുടെ പള്ളിയുടെ മേലെ കൊടികിട്ടാണ്. നമ്മുടെ പള്ളിയുടെ മേലെ എന്നുള്ളതല്ല പ്രശ്നം. ഒരു വിശ്വാസ സമൂഹത്തിന് ജീവിക്കാൻ, ന്യൂനപക്ഷത്തിന് ജീവിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് രാജ്യം മാറുമ്പോൾ നമ്മൾ ഈ കഷ്ടപ്പെടുന്നവൻ്റെ കൂടെ, വേദനിക്കുന്നതിൻ്റെ കൂടെ നിൽക്കുന്നില്ല. ഇപ്പോൾ മണിപ്പൂരിൽ കത്തിയെരിയുന്ന സമയത്ത് നമ്മൾ 2 തിരുനാൾ ആഘോഷിച്ചു. 2 തിരുനാളിലും നമുക്ക് പ്രശ്നമില്ല. രാജ്യത്താകെ ക്രിസ്മസിനൊക്കെ എത്രയോ ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു. ആ സമയത്ത് നമ്മൾ ഈസിയായിട്ട് ഇറച്ചിയൊക്കെ തിന്ന് ആർഭാടമൊക്കെ നടത്തി, പരിപാടിയൊക്കെ നടത്തി നമ്മളങ്ങ് കഴിഞ്ഞു പോകും. വിശ്വാസികൾ പരസ്പരം ഉണ്ടാകേണ്ട സ്നേഹമില്ല, വിശ്വാസികൾക്ക് സമൂഹത്തോടുള്ള കടമയും പാലിക്കുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കണം, സമ്പത്തിൻ്റെ ഭൂരിപക്ഷവും കൈവശം വയ്ക്കുന്നത് ഒരു ന്യൂനപക്ഷമായി മാറുന്നു. പാവപ്പെട്ടവൻ കഷ്ടപ്പെടുന്നു. ആദിവാസികൾക്ക് വേണ്ടിയും ദളിതർക്ക് വേണ്ടിയും പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടിയും മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയും ശബ്ദമുയർത്താനായിട്ട് പലപ്പോഴും നമുക്ക് കഴിയാതെ പോകും. വിശ്വാസിക്ക് ഉണ്ടാകേണ്ട ഏറ്റവും പ്രഥമമായ കാര്യം സഹോദര സ്നേഹമാണ്, സാഹോദര്യമാണ്. വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ മനോഭാവത്തിലേക്ക് സമുദായം വളർത്താനെന്ന നിലയ്ക്ക് ഇന്ന് ഫ്രഞ്ച് എലിമെൻറ്റുകൾ കൊണ്ടിരുന്ന നിരവധിയായ കാര്യങ്ങൾ, ഇപ്പോൾ കേരള സ്റ്റോറി അടക്കമുള്ള കാര്യങ്ങൾ, അതിൻ്റെ പ്രദർശനങ്ങൾ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ അപരോന്മുഖമായ ഒരു ജീവിതം സാക്ഷ്യമാണ് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ പ്രഘോഷണം. സ്നേഹത്തിൽ അധിഷ്ഠിതമായ, തൊട്ട അയൽവക്കത്തുള്ളവനോടും മുമ്പിൽ കാണുന്നവനോടും കാണിക്കാൻ കഴിയാത്ത ഒരു കാരുണ്യവും നമുക്ക് പ്രസംഗം കൊണ്ട് ഈ ലോകത്ത് അവതരിപ്പിക്കാൻ കഴിയില്ല. ക്രിസ്തു സമരിയക്കാരെയും യഹൂദരും തമ്മിലുള്ള തർക്കങ്ങൾക്കിടയ്ക്ക് സമരിയക്കാരുടെ നഗരത്തെ, സമരിയക്കാരെ കൂടെ തൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ്. നല്ല സമരിയക്കാരൻ്റെ ഉപമ, യഹൂദരും ലേവായരും ഒക്കെ ഉള്ള സ്ഥലത്ത് നല്ല സമരിയക്കാരൻ്റെ ഉപമ, അല്ലെങ്കിൽ സമരിയക്കാരി സ്ത്രീയോട് സുവിശേഷം പറയുന്ന ക്രിസ്തു, അതൊക്കെ പ്രകടമാക്കുന്ന നിലനിന്ന ജീവിത സാഹചര്യങ്ങൾക്കും സാമൂഹ്യ അന്തരീക്ഷത്തിലും എങ്ങനെ ദൈവസ്നേഹത്തിൻ്റെ ശക്തി വെളിപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ അവരന് വേണ്ടി ആയിത്തീരാനായിട്ട് നമുക്ക് കഴിയാതെ പോകുമ്പോൾ സമൂഹത്തിനകത്ത് വിശ്വാസം പ്രഘോഷിക്കുന്നവരല്ലാതായിട്ട് നമ്മൾ മാറും. നമ്മൾ ഈ മതസ്വഭാവം പൂണ്ടവരായിട്ട് പലപ്പോഴും മാറിപ്പോകുന്നു. ക്രിസ്തു മതം എന്നൊരു മതം യഥാർത്ഥത്തിലില്ല, അതൊരു സഭയാണ്. ആ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയ്ക്കകത്താണ് പുരോഹിതർ, തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിതഗണവും ദൈവത്തിൻ്റെ സ്വന്തം ജനവും വിശുദ്ധ ജനവും. 1 Petrus 2:9. ആ ഒരു അവസ്ഥ, ആ ഒരു അനുഭവം, ഈ സഭയെന്ന ബോധം നമുക്ക് എത്രത്തോളം നഷ്ടപ്പെടുന്നുവോ അത്രത്തോളമാണ് നമ്മളിങ്ങനെ ഈ ലോകോന്മുഖമായി മാറുക. ഈ അപരൻ്റെ വേദനകളെക്കുറിച്ച് ധാരണയില്ലാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങളിലേക്ക് പോകും. അതുകൊണ്ടാണ് സമ്പത്തിനെ കുറിച്ചുള്ള ധാരണകൾ നമുക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതായിട്ട് മാറുക. അപ്പോൾ നമ്മുടെ ജീവിതത്തെ, വിശ്വാസം നമുക്ക് പരിശോധിക്കാം. ഓരോ നിമിഷത്തിലും സംഭവിക്കുന്ന ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെയും കഷ്ടപ്പാടുകളെയും ദൈവോന്മുഖമാക്കി മാറ്റേണ്ടത് എങ്ങനെയെന്ന് തിരിച്ചറിയണം. എനിക്കും നിങ്ങൾക്കും കഷ്ടതകളും ഞെരുക്കങ്ങളും ഉണ്ട്, ഇല്ലായ്മകളുണ്ട്. ഈ ഇല്ലായ്മകളെല്ലാം മാറുന്നൊരു സ്ഥലമല്ല വിശ്വാസം. ഈ ഇല്ലായ്മകളെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ളതല്ല പ്രാർത്ഥനകൾ നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ചവെക്കാനുള്ളതാണ്. ക്രൈസ്തവ സ്നേഹം പ്രകടമാകുന്ന പ്രകാരമാണ്. ഇപ്പം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കാൻ ഇറങ്ങുന്നതിന് ആദ്യത്തെ പടിയായിട്ട് ചെയ്യാവുന്ന കാര്യം എന്താ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരവധിയായ സങ്കടങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഇല്ലായ്മകൾ അനുഭവിക്കുന്നുണ്ട്. അത് നമുക്ക് കർത്താവിന് പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ സഹോദര സ്നേഹത്തിൻ്റെ ആദ്യ പടി നമുക്ക് പ്രവേശിക്കാൻ പറ്റും. രണ്ടാമത്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരിലേക്ക് നോക്കുക. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ഈ മതം എന്ന നിലയ്ക്ക് കണ്ടാൽ അപ്പോൾ ഉടനെ തന്നെ അവരൻ പുറത്താവും. മതം എപ്പോഴും എക്സ്ക്ലൂസീവാണ്, പരിവർജക സ്വഭാവമുള്ളതാണ്. അപ്പം അതുകൊണ്ട് ക്രിസ്തു മതം എന്നൊരു കാഴ്ചപ്പാടാണ് നമുക്ക് നമ്മളെക്കുറിച്ചുള്ളതെങ്കിൽ മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും പാർസികളായാലും ഒക്കെ പുറത്തു പോകും. അപ്പം അത് ആചാരപരമായ രീതി കൊണ്ടും കെട്ടുപാടുകൊണ്ടും മാത്രം നിലനിൽക്കുന്നൊരു ബോധ്യമാണ്. യഥാർത്ഥത്തിൽ മതാത്മക സുഹൃതങ്ങൾ ഉണ്ടാകുകയും നമ്മളെ സഭയെ ക്രിസ്തുവിൻ്റെ ശരീരമായിട്ട് കാണുകയും ചെയ്യാൻ തുടങ്ങിയാൽ സമസ്തവും ക്രിസ്തുവിൻ്റെതായിട്ട് മാറും. നമ്മുടെ സഹോദരങ്ങൾ അവർ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും
അവരറിയാതെ പോയൊരു കാര്യമാണ് അവരിൽ ക്രിസ്തു ഉണ്ട് എന്നുള്ളത്. അത് അവരുടെ കുറ്റമല്ല, അവരറിയാതെ പോയൊരു കാര്യം. അതുകൊണ്ടാണ് സുവിശേഷം അറിയിക്കേണ്ടി വരുന്നത്. സുവിശേഷം എന്താണ്? നിങ്ങളിൽ ക്രിസ്തു ഉണ്ടെന്നത് തന്നെ. കൊളോസ്യർ 1:23-5 നിങ്ങൾ ക്രിസ്തു ഉണ്ടെന്നുള്ളതാണ് സുവിശേഷം. അപ്പോൾ അവരിലുള്ള ക്രിസ്തുവിനെ നമ്മൾ കാണുകയും അവനെ ക്രിസ്തുവിനെ പ്രതി സ്നേഹിക്കുകയും അവൻ സഭയ്ക്കകത്താണ് എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ഉറക്കുകയും ചെയ്താൽ നിശ്ചയമായിട്ടും ഈ അതിർവരമ്പുകളില്ലാണ്ടാവും. നമ്മൾ അതിർവരമ്പുകൾ ലംഘിച്ച് ഒഴുകേണ്ടവരാണ്. ഈ പുഴകളൊക്കെ ഒരു വഴി കൂടെ ഒഴുകുള്ളൂ. പ്രളയം അങ്ങനെയല്ല. പ്രളയം എന്ന് വെച്ചാൽ എല്ലായിടത്തും കൂടെ ഒഴുകുന്നതാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഒരു മഹാപ്രളയമാണ്. അത് ലോകത്തെ മുഴുവൻ ഗ്രസിച്ച ഒരു കാര്യമാണ്. ആ സ്നേഹം സകല മനുഷ്യർക്കും വേണ്ടി കുരിശിൽ ചിന്തപ്പെട്ടു, രക്തം ചിന്തപ്പെട്ടു. സകല മനുഷ്യർക്കും വേണ്ടിയാ. ഇത് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാ, അല്ലാണ്ട് ക്രിസ്ത്യാനിയുടെ രക്ഷയ്ക്ക് വേണ്ടിയല്ല. അപ്പം അതുകൊണ്ട് ക്രിസ്ത്യാനി എന്നൊരു വിഭാഗമോ സഭ എന്നത് ഒരു മതമോ അല്ലെന്നും, സഭ ഒരു വിശാലമായ കൂട്ടായ്മ, സകല മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന എല്ലാവരിലും ആയിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് സഭ. അങ്ങനെ സാർവത്രികമാകുന്നത് അങ്ങനെയാണ്. സഭ കാതോലികമാണ്, സാർവത്രികമാണെന്ന് പറയുമ്പോൾ സഭ എല്ലാവർക്കുമാണ്, എല്ലാവർക്കും വേണ്ടിയാണ്, എല്ലായ്പ്പോഴുമാണ്, സകല കാലഘട്ടത്തിലുമാണ്. അങ്ങനെ ഒരു സഭയുടെ ഭാഗമാണ് നമ്മളെന്ന് ഓർക്കുകയും ഇങ്ങനെ ക്രിസ്തുവിനെ അറിയാതെ അല്ലെങ്കിൽ ക്രിസ്തുവിനായിത്തീരാതെ ലോകത്തിൻ്റെ വിശ്വാസങ്ങളിലും മതങ്ങളിലും ഒക്കെ പെട്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട്, വിശ്വാസമില്ലാത്ത മനുഷ്യരുണ്ട്. അവരൊക്കെ കൂടി ഉൾക്കൊള്ളുന്നതാണ് സഭ എന്ന ബോധ്യത്തോടെ നമ്മുടെ വീടിനകത്ത് വെക്കുന്ന കഞ്ഞി എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന വിചാരത്തോടെ വിളമ്പാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ലോകത്ത് സുവിശേഷമായിട്ട് മാറുക. അങ്ങനെ ഒരു മാറ്റം നമുക്കുണ്ടായാൽ നമുക്ക് ഇന്ത്യയിലെ കഷ്ടപ്പെടുന്ന സകല മനുഷ്യരെക്കുറിച്ച് ഉൾക്കൊണ്ടേണ്ടാവും, വേദനിക്കുന്നവരെക്കുറിച്ച് ഉൾക്കൊണ്ടേണ്ടാവും, ഈ ലോകത്ത് നടക്കുന്ന എല്ലാത്തരം അനീതികളോടും നീതിക്ക് വേണ്ടി പോരാടാനുള്ള പ്രേരണ ഉണ്ടാവും. അങ്ങനെ വിശ്വാസത്തിൻ്റെ ഉയർച്ചയിലേക്ക് നമുക്ക് വരാൻ കഴിഞ്ഞാൽ മാത്രമേ, സാമുദായികമെന്നും മതപരമെന്നും ഒക്കെയുള്ള വിഭജനങ്ങൾക്കകത്തുനിന്ന് പുറത്തു കടക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ക്രിസ്തുവിൻ്റെ അടയാളങ്ങളായിട്ട് മാറും. പലപ്പോഴും ശുശ്രൂഷ നേതൃത്വത്തിനുമൊക്കെ പിഴവുപറ്റി നമുക്ക് കാണാം. പിടിക്ക് രൂപത പ്രദർശിപ്പിച്ചു, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണാം. പക്ഷേ വിശ്വാസി എന്ന നിലയ്ക്ക് ഓരോരുത്തരും ഈ ഒരു ബലം ആർജിക്കുമ്പോൾ, ഞാൻ എനിക്ക് വേണ്ടിയല്ലെന്നും അവരിന് വേണ്ടിയാണെന്നും, എല്ലാവരുമാണ് ക്രിസ്തു, എല്ലാവരിലുമാണ്, എല്ലാം ക്രിസ്തുവാണ്, എല്ലാവരിലും ക്രിസ്തുവാണെന്ന ബോധ്യത്തിലേക്ക് ഞാൻ വളരുകയും ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും സ്നേഹം വിളമ്പുന്നവരായിട്ട് മാറാം. അതിൻ്റെ പീഡകളും മുറിവുകളും വേദനകളൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. അതെല്ലാം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നാം പരിപൂർണത മാർഗത്തിലേക്ക് ഒരു ചുവടുകൂടെ മുൻപോട്ട് വയ്ക്കും. അങ്ങനെ വിശ്വാസത്തിൽ ദൃഢതയാർന്നൊരു ജീവിതം നയിക്കാനും അനുഭവിക്കുന്ന ക്ലേശങ്ങളെയും കഷ്ടപ്പാടുകളെയൊക്കെ ക്രിസ്തുവിൻ്റെ ബലിയോട് ചേർത്ത് അർപ്പിക്കാനുള്ള ആത്മബലം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്തരത്തിലൊരു ജീവിതം നയിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ, ഈ വഴിയിൽ പരിപൂർണത പ്രാപിച്ച ഒരാളല്ല ഞാൻ, 100 കുറവുകളും പോരായ്മകളുള്ള ഒരാളാണ്. അങ്ങനെ ആയിരിക്കുമ്പോഴും നമ്മെ നയിക്കുന്നത് ഈ ബോധ്യമാണെങ്കിൽ നിശ്ചയമായും നമ്മൾക്ക് വഴിതെറ്റിയിട്ടില്ല, ക്രിസ്തുവിൽ തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ ഒരു വഴിയിലൂടെ ചരിക്കാൻ നമ്മുടെ ജീവിതാനുഭവങ്ങളും കഷ്ടതകളും ഞെരുക്കങ്ങളും സാമൂഹ്യ ചുറ്റുപാടും എല്ലാം കാരണമായി തീരട്ടെ. അവയെല്ലാം അങ്ങനെ അർപ്പിക്കാനുള്ള വേദിയായി നിങ്ങളുടെ ഇടവക ദേവാലയത്തിലെ ബലിപീഠം മാറട്ടെ. നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുകയും ജീവിതം സമർപ്പിക്കുകയും ചെയ്യുന്ന സമർപ്പിത വിഭാഗങ്ങൾ, ശുശ്രൂഷ മേഖലയിലുള്ള എല്ലാവർക്കും അതിനുള്ള ആത്മബലം ലഭിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.